ഇസ്ലാമിക തീവ്രവാദത്തെ എതിർത്താൽ ഒരു ഇസ്ലാമോഫോബിക്കാക്കി മാറ്റുമെന്ന് പറയുന്ന ഒരു ചിന്ത അദ്ദേഹത്തിന് ഭയമുണ്ടോ എന്നുള്ളതാണ് ഈ ദേശത്തെ ആളുകൾ ചോദിക്കുന്നത്. ഒരു അസ്യൂം ചെയ്തുകൊണ്ട് ഒരാൾ മിണ്ടാതിരുന്നാൽ അത് അവർക്ക് അനുകൂലമായിരിക്കുമെന്ന് ഗൗതമല്ല, ഇനി എബിൻ വർക്കയല്ല, ഏത് ദേവൻ മഹേന്ദ്രൻ എന്ന് പറഞ്ഞാലും ശരി നമുക്ക് അംഗീകരിക്കാൻ കഴിയില്ല. അത് തെറ്റാണ്. അങ്ങനെ ഉണ്ടെങ്കിൽ എനിക്കോ അല്ലെങ്കിൽ താങ്കൾക്കോ എം സ്വരാജ് എന്ന് പറയുന്ന എറണാകുളത്ത് ജീവിക്കുന്ന ഒരാളുടെ വീട്ടിലേക്ക് നാളെ വണ്ടി എടുത്തെന്ന് ചോദിക്കാം, അല്ലെങ്കിൽ വിളിച്ചു ചോദിക്കാം, അല്ലെങ്കിൽ ഒരു ഇന്റർവ്യൂ ചോദിക്കാം, അല്ലെങ്കിൽ ഏറ്റവും കുറഞ്ഞ പക്ഷേ അദ്ദേഹത്തിന്റെ പ്രതികരണം ചോദിക്കാം. ഇന്ത്യയുടെ വ്യോമയുദ്ധത്തിൽ പാകിസ്ഥാൻ മുഴുവൻ തരിപ്പണമാകുന്ന വാർത്തകളാണ് നമ്മളിങ്ങനെ കേട്ടുകൊണ്ടേയിരിക്കുന്നത്. യഥാർത്ഥത്തിൽ ഇവിടെ ചോദിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, ഇന്ത്യയുമായിട്ട് നടത്തിയിട്ടുള്ള യുദ്ധങ്ങളിലെല്ലാം പരാജയപ്പെടുന്ന സാഹചര്യമാണ് പാകിസ്ഥാനിന് ഉണ്ടായിട്ടുള്ളത്. എന്നിട്ടും സൈനികപരമായിട്ട് ദുർബലമാണ്, സാമ്പത്തികപരമായിട്ട് ദുർബലമാണ്. എന്നിട്ടും തുടരെ ഈ അഹങ്കാരം, അമിത ആത്മവിശ്വാസം ഇവർ കാണിക്കുന്നത് എന്തുകൊണ്ടാണ്? ഇതിൻ്റെ യഥാർത്ഥ പ്രശ്നം ഒന്ന് താങ്കൾ പറഞ്ഞതിൽ ഒരു ചെറിയ തിരുത്തിയാൻ വരുന്നു. യഥാർത്ഥത്തിൽ ഇതൊരു യുദ്ധമല്ല എന്ന് പറഞ്ഞാൽ യുദ്ധമായിട്ട് ഇപ്പോഴും ഇന്ത്യ ഗവൺമെൻറ് ഒന്നും പ്രഖ്യാപിച്ചിട്ടില്ല. ജസ്റ്റ് നമ്മളൊന്ന് തോണ്ടുന്നു, നമ്മൾ തിരിച്ചെന്ത് ചെയ്യുന്നു, ഒന്ന് മാന്തുന്നു എന്ന് വിചാരിച്ചാൽ മതി. എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോഴും ഒരു യുദ്ധം പ്രഖ്യാപിച്ചില്ല, ഒരു ഫുൾ ഫ്ലെഡ്ജ്ഡ് വാർ പ്രഖ്യാപിച്ചിട്ടില്ല. അങ്ങനെ പ്രഖ്യാപിക്കരുത് എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. അതിൻ്റെ കാരണം യുദ്ധം വലിയ തോതിൽ വലിയ സാമ്പത്തികമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. പിന്നെ താങ്കൾ ചോദിച്ച ചോദ്യത്തിലേക്ക് വന്നാൽ, പാകിസ്ഥാൻ എന്തുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് എന്ന് ചോദിക്കുന്നു. പാകിസ്ഥാൻ വെറുതെ തോറ്റൊരു രാജ്യമല്ല. ലോകത്ത് എൻ്റെ അറിവിൽപ്പെട്ടിടത്തോളം ഒരുപക്ഷെ ഇതേപോലെ തോറ്റിട്ടുള്ള രാജ്യങ്ങളുണ്ടാവില്ല. ഇപ്പം മറ്റു പല രാജ്യങ്ങളും തമ്മിൽ യുദ്ധമുണ്ടായിട്ടുണ്ട്. ആ യുദ്ധമുണ്ടാകുമ്പോൾ ആളുകളൊക്കെ തോക്കാറുണ്ട്. പക്ഷെ തോൽവി സമ്മതിച്ചുകൊണ്ട് അവർ എഴുതി ഒപ്പിട്ട് കൊടുക്കാറൊന്നുമില്ല. പക്ഷേ ഇന്ത്യ കിലോമീറ്റർ കണക്കിന് അകത്തേക്ക് കയറുകയും അവരുടെ സൈന്യാധിപന്മാരായിട്ടുള്ള ആളുകളെല്ലാം തന്നെ മെഡലുകളൊക്കെ അഴിച്ച് ഇന്ത്യയുടെ സൈന്യാധിപന്മാരുടെ കാൽക്കൽ വെക്കുകയും വിറകൈകളോടുകൂടി മാപ്പെഴുതി കൊടുക്കുകയും ഏതാണ്ട് 90,000-ഓളം വരുന്ന പട്ടാളക്കാർ ആയുധം താഴെ വെക്കുകയൊക്കെ ചെയ്തുകൊണ്ടാണ് ഇന്ത്യയുടെ മുമ്പിൽ അടിയറവ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമ്മളൊരു രണ്ടാം ലോക പലപ്പോഴും ആളുകൾ തോറ്റിട്ടുണ്ട്, പക്ഷെ തോറ്റവരൊക്കെ മരിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഇപ്പം അല്ലാതെ ഒരിക്കലും അവരൊന്നും ഇതുപോലെ അടിയറവ് പറയാനോ വിറക്കുന്ന കൈകളോടുകൂടി ഇത് എഴുതി വെക്കാനോ ഒന്നും നിൽക്കാറില്ല. പക്ഷെ അങ്ങനെ വിറക്കുന്ന കൈകളോടുകൂടി മാപ്പെഴുത്തന്ന് എങ്ങനെയെങ്കിലും തടി കഴിച്ചിലാക്കുന്നവനെ നമ്മൾ ശ്രദ്ധിക്കണം. അത് നമ്മുടെ ശത്രുവാണെങ്കിലും രാജ്യത്തിൻ്റെ ശത്രുവാണെങ്കിലും ശ്രദ്ധിക്കണം. കാരണം അവൻ ആത്മാർത്ഥമായ മാപ്പ് പറയുന്നവനല്ല, അവൻ പിന്നെയും പുളഞ്ഞുകൊണ്ടിരിക്കും എന്നുള്ളതാണ് വാസ്തവം. അത് തന്നെയാണ് പാകിസ്ഥാൻ്റെ എഴുതി കാണുന്നത്. പിന്നെ ഇപ്പോൾ അതായത് പാകിസ്ഥാൻ പലപ്പോഴും ഒരു ഇന്ത്യ വിരുദ്ധത എന്ന് പറയുന്നത് അവരുടെ രാഷ്ട്രീയമായിട്ടുള്ള ഒരു ആവശ്യവും കൂടിയാണ്. എന്ന് പറഞ്ഞാൽ അവരുടെ ജനങ്ങളെ ഒരുമിപ്പിച്ച് നിർത്താൻ നിങ്ങൾ അറിയേണ്ടത് ഏതെങ്കിലും ഒരു ശത്രുവിനെ ചൂണ്ടിക്കാണിക്കുകയും നമ്മൾ ഒറ്റക്കെട്ടായി നിൽക്കുകയും വേണമെന്ന് പറയേണ്ട ഒരു ആവശ്യം പാകിസ്ഥാനുണ്ട്. അങ്ങനെയുള്ള ഒരു ആവശ്യത്തിൻ്റെ ഏറ്റവും അങ്ങേയറ്റത്താണ് ഇപ്പോൾ പാകിസ്ഥാൻ നിൽക്കുന്നത്. നിങ്ങൾ അറിയേണ്ട ഒരു കാര്യം, ഇപ്പോൾ ബലൂചിസ്ഥാൻ എന്ന് പറയുന്ന ഒരു പ്രദേശമുണ്ട് അവിടെ. അതായത് പാകിസ്ഥാൻ്റെ 44% വരുന്ന പ്രദേശമാണ്. ആ പ്രവിശ്യയിൽ ആകെ 4-5 പ്രവിശ്യകളേ ഉള്ളൂ. അതിൽ ആ പ്രൊവിൻസിൽ ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത് അവിടെ ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി എന്ന് പറയുന്ന അവരാണ് ഭരിക്കുന്നത്. മനസ്സിലായോ? അബ്ബാസ് എന്ന് പറയുന്ന മറ്റേ പ്രധാനമന്ത്രി, അതായത് നേരത്തെ പാകിസ്ഥാൻ്റെ പ്രധാനമന്ത്രിയായിരുന്ന ആൾ തന്നെ പറയുന്നത് അവിടെ ഭരിക്കുന്നത് ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമിയാണെന്നാണ്. ഞാനല്ല പറഞ്ഞത്, ഈ അബ്ബാസാണ് പറഞ്ഞത്. യഥാർത്ഥത്തിൽ ഇത് അബ്ബാസ് പറയാൻ കാര്യം എന്താണെന്നറിയോ? പറയാൻ കാര്യം ഇത് എത്രത്തോളം അവരുടെ സൈന്യത്തെ പേടിപ്പിക്കുന്നുണ്ടെന്നുള്ളതിനൊരു പ്രത്യക്ഷ ഉദാഹരണമുണ്ട്. നിങ്ങൾ ഈ കഴിഞ്ഞ തവണ അസീം മുനീർ സൈന്യാധിപൻ നടത്തിയിട്ടുള്ള ഒരു പ്രസംഗമുണ്ട്. ആ പ്രസംഗം എടുത്തു നോക്കിയാൽ അതിന്റെ വലിയൊരു ഭാഗം എല്ലാവരും കണ്ടു. ഏപ്രിൽ 17, അതായത് ഇന്ത്യ കൾച്ചർ വേറെയാണ്, നമ്മുടെ കൾച്ചർ വേറെയാണെന്ന് പറയുന്ന ഭാഗം എല്ലാവരും കണ്ടു. കാണാത്തൊരു ഭാഗം കൂടിയുണ്ട്. ഇനി എന്താണെന്ന് അറിയോ? അതിൽ പറയുന്നത് 10,000, 1000, 1500 പേര് ബലൂചിസ്ഥാനിലൊക്കെ വന്ന് ഇൻസർജൻസി ഉണ്ടാക്കിയാൽ, അത് കലാപം ഉണ്ടാക്കിയാൽ നമ്മൾ പേടിച്ചു പോകാമെന്നാണോ വിചാരിക്കുന്നത്? ഇന്ത്യയുടെ 1.3 മില്യൺ വരുന്ന, ഇപ്പോൾ 1.4 മില്യൺ ഉണ്ട്, പക്ഷെ 1.3 മില്യൺ വരുന്ന 13 ലക്ഷം വരുന്ന പട്ടാളക്കാർ വിചാരിച്ചിട്ട് പാകിസ്ഥാനെ തോൽപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞ് പുള്ളി ഭയങ്കരമായ വാചക പടിയൊക്കെ നടത്തുന്നുണ്ട്. പക്ഷെ ഇത് പറയുന്നതിന് മുമ്പ് അസീം മുനീർ സ്വന്തം ഭാര്യയും കുട്ടികളെയൊക്കെ കയറ്റി വിദേശത്തേക്ക് വിട്ടു. കാരണം കാര്യം എന്താണെന്ന് അസീം മുനീറിന് എന്ത് ചെയ്യാം അറിയാം. അപ്പം ഞാൻ പറയണത്, ഇത് പറയുമ്പോഴാണ് ഈ അബ്ബാസ് എന്ന് പറയുന്ന അവരുടെ നേരത്തെ പ്രധാനമന്ത്രിയായിരുന്ന ആൾ പറയുന്നത് അങ്ങനെയല്ല, ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി അവിടെ ഏറ്റെടുത്തിരിക്കുന്നു. യഥാർത്ഥത്തിൽ അവിടെ ഹൈവേകളിൽ പട്രോളിംഗ് നടത്തുന്നവരാണ്, അവിടെ കൃത്യമായിട്ട് ഭരണം സംവിധാനത്തെ നിയന്ത്രിക്കുന്നവരാണ്. സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ചു. നിങ്ങളൊന്ന് ആലോചിച്ചു, ഒരു ട്രെയിൻ അങ്ങനെ തന്നെ തട്ടിയെടുക്കുകയാണ്, ഒരു ട്രെയിൻ ജാഫർ എക്സ്പ്രസ്. അപ്പൊ ആ ട്രെയിൻ അങ്ങനെ തട്ടിയെടുത്ത് അവർ സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ചു കഴിഞ്ഞു. അവർ രാഷ്ട്രം വേണമെന്നാണ് ആവശ്യപ്പെടുന്നത്. ഇന്ത്യയുമായിട്ടുള്ള അറ്റാക്കിൽ ശരിക്കും പറഞ്ഞാൽ പാകിസ്ഥാനെതിരെ അവിടെ പ്രകടനം നടന്നു. അപ്പൊ ഇത്തരത്തിലുള്ള വലിയ പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ പാകിസ്ഥാൻ ചിന്ന ഭിന്നമാകാൻ പോവുകയാണ്, 3 കഷ്ടമാകാൻ പോവുകയാണ്. ഇതാണ് ബലൂചിസ്ഥാനിൽ സംഭവിക്കുന്നത്. ഞാൻ ചുരുക്കി പറഞ്ഞാണ്. ഇനി തൊട്ടടുത്ത് മറ്റൊരു പ്രവിശ്യമുണ്ട്. എന്താണ്?
അവരുടെ മറ്റൊരു വലിയ പ്രവിശ്യയാണ് ഖൈബർ പഖ്തൂൺ ഏരിയ എന്ന് പറയുന്നത്. ഈ ഖൈബർ പഖ്തൂൺ ഏരിയയിൽ ശരിക്കും പറഞ്ഞാൽ തെഹരീക്കെ താലിബാൻ എന്ന് പറയുന്ന താലിബാൻ്റെ തന്നെ ചെറിയൊരു വിങ്, അത് യഥാർത്ഥത്തിൽ ഇവർ തന്നെ പാലും വെള്ളവും കൊടുത്ത് വളർത്തിയതാണ്. അതായത് ഇവരുടെ അഫ്ഗാനിസ്ഥാൻ്റെയും മറ്റേ പാകിസ്ഥാൻ്റെയും ബോർഡറുകളിൽ മദ്രസകളിൽ നേരെ രാവിലെ വിളിച്ചിട്ട് അവിടെ നിൽക്കുന്ന പാവപ്പെട്ട പിള്ളേരെ വിളിച്ചിട്ട് ഇഞ്ചെക്ട് ചെയ്തതാണ്. ഏത് പോയ അടിക്കട, റഷ്യക്കെതിരെ അടി, ബാക്കി അമേരിക്കൻ പട്ടാളത്തിനെതിരെ അടിക്ക് എന്ന് പറഞ്ഞ് ഇവർ ആയുധം കൊടുത്താണ്. അപ്പം അതിൻ്റെ തന്നെ ചെറിയൊരു വിങ് അവിടെ പ്രവർത്തിക്കുന്നുണ്ട്. യഥാർത്ഥത്തിൽ അവിടെയാണ് ഏറ്റവും വലിയ തമാശ. അവിടെ ഈ കഴിഞ്ഞ 2024 മാത്രം 500-ലധികം സിവിലിയൻസ് കൊല്ലപ്പെട്ടിട്ടുണ്ട്. ഇനി അവർക്കവിടെ കോർട്ടുണ്ട്, അവർക്ക് അധികാര കേന്ദ്രങ്ങളുണ്ട്, അവർ ജില്ലാ ഭരണകൂടങ്ങളുണ്ട്. അപ്പൊ ഇത്തരത്തിൽ എന്ന് പറഞ്ഞാൽ പാകിസ്ഥാൻ ഇപ്പൊ തന്നെ പാകിസ്ഥാൻ സൈന്യത്തിന്റെ പിടിവിട്ടു തുടങ്ങി, മനസ്സിലായോ? ഒന്ന്. ഇനി മറ്റൊരു കാര്യം കൂടി പറയാം. എല്ലാ ദിവസവും നിങ്ങൾ കൃത്യമായിട്ട് ഇപ്പൊ നമുക്ക് അവൈലബിൾ അല്ല, കഴിഞ്ഞ ഒരു 2 കൊല്ലത്തെ പാക് പത്രങ്ങളും പാക് വാർത്തകളും ഒക്കെ എടുത്തു നോക്കിയാൽ നിങ്ങൾ കാണേണ്ടതെന്നറിയോ? പട്ടാളക്കാരെ സിവിലിയൻസ് അവിടെ തല്ലിക്കൊല്ലാറുണ്ട്. നമ്മുടെ നാട്ടിൽ കിടക്കും. അപ്പൊ ഇത്തരത്തിൽ അങ്ങേയറ്റം അരാജകത്വം നിറഞ്ഞ ഇമ്രാൻഖാൻ തിരിച്ചു വരണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് പ്രക്ഷോഭമാണ്. അല്ല, ഈ 2 ബലൂചിസ്ഥാനും ഇത് ഞാൻ പറഞ്ഞ ഖൈബർ പഖ്തൂണും ഞാൻ പറഞ്ഞല്ലോ. ഇനി മൂന്നാമത്തെ റീസണാണ് ഞാൻ പറയാൻ പോണത്. മൂന്നാമത്തെ റീസൺ താങ്കൾ പറഞ്ഞതാണ് ഇമ്രാൻഖാൻ. അവിടുത്തെ ഇമ്രാൻഖാന്റെ ഈ പാർട്ടിക്കാണ് യഥാർത്ഥത്തിൽ ഡെമോക്രാറ്റിക് ആയിട്ട് ഒരു ഇലക്ഷൻ നടത്തിയപ്പോൾ ഭൂരിപക്ഷം കിട്ടിയത്. പക്ഷെ ഭൂരിപക്ഷം കിട്ടിയ അവരെ അങ്ങോട്ട് ക്രഷ് ചെയ്തു. ആ ക്രഷ് ചെയ്തുകൊണ്ടിട്ടാണ് യഥാർത്ഥത്തിൽ ഷഹബാസ് ഷെരീഫിനെ സൈന്യം വിളിച്ച് ചുമതല ഏൽപ്പിച്ചത്. അപ്പോൾ പാകിസ്ഥാന്റെ ഒരു മഹാഭൂരിപക്ഷം വരുന്ന ജനങ്ങൾ, അതായത് ഈ പ്രശ്നം മുഴുവൻ ഈ അസീം മുനീറിന്റെ ഒരു അപ്രമാദിത്വം കൊണ്ട്, അയാളുടെ ചിന്താഗതി കൊണ്ട് രൂപപ്പെട്ടതാണ്. കാരണം ഈ പുള്ളി നേരത്തെ തന്നെ റിട്ടയർ ചെയ്യേണ്ട ആളാണ്. ഇയാൾക്ക് വീണ്ടും ടെന്യൂർ കൂട്ടി നൽകുകയാണ് ചെയ്തിട്ടുണ്ടായ ഈ ഷഹബാസ് ഷെരീഫ്. അല്ല, ഇത് അസീം മുനീർ എന്നുള്ളതിനെ നമ്മളൊരു വ്യക്തിയായി കാണരുത്. അസീം മുനീർ എന്ന് പറയുന്നത് പാകിസ്ഥാന്റെ സൈന്യമാണ്, ഇന്റർ സ്റ്റേറ്റ് ഇന്റലിജൻസിന്റെ കൂടി മേധാവിയാണ്. അപ്പോൾ അത്തരത്തിലുള്ള ഈ സൈന്യത്തിന് അവിടെ അപ്രമാദിത്വം വേണം. അതുകൊണ്ട് യഥാർത്ഥത്തിൽ സൈന്യം അവിടുത്തെ ഡെമോക്രസിയെ കൊല്ലുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിന് ജനങ്ങളുടെ ഭാഗത്തുനിന്ന് വലിയ എതിർപ്പുണ്ട്. ഇപ്പോഴും നിങ്ങൾ അറിയേണ്ടത്, ഈ ഇമ്രാൻഖാനെ പിടിച്ച് അകത്തിട്ടിട്ട് പോലും, അഴിമതിക്കാരാണ് എല്ലാവരും, പക്ഷെ അതൊക്കെ അകത്തിട്ടിട്ട് പോലും യഥാർത്ഥത്തിൽ ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള നേതാവ് ഇമ്രാൻഖാനാണ്. ഇനി ഇമ്രാൻഖാനെ എന്തുകൊണ്ടാണ് മാറ്റിയതെന്നറിയോ? ഇമ്രാൻഖാനെ മാറ്റാൻ കാരണം, ഇമ്രാൻഖാൻ യഥാർത്ഥത്തിൽ ഒരു പ്രൈം മിനിസ്റ്ററുടെ പോലെ സംസാരിക്കുകയും പ്രവർത്തിക്കുകയും ഒക്കെ ചെയ്യാൻ തുടങ്ങിയപ്പോഴാണ് സൈന്യത്തിന് അത് അത്ര ഇഷ്ടപ്പെടാതെ വന്നത്, അധികാരമായിട്ടെടുത്ത്. അപ്പോൾ അതുകൊണ്ട് അത് മാറ്റി. ഈ 3 പ്രശ്നങ്ങൾ കൊണ്ടിട്ടും സൈന്യത്തിൻ്റെ ഫണ്ടുകൾ അടിച്ചു മാറ്റേണ്ട ആവശ്യം അസീം മുനീറിനെ പോലെയുള്ള ആളുകൾക്കുള്ളത് കൊണ്ടിട്ടും വലിയ തോതിലുള്ള ഡിഫൻസ് ഫണ്ടുകൾ യഥാർത്ഥത്തിൽ ഇവർക്ക് വകമാറ്റി ചെലവഴിക്കേണ്ടതുള്ളത് കൊണ്ടിട്ടും ഈ അധികാരം നിലനിർത്താൻ ഇനി ഒറ്റ വഴി അവരുടെ മുമ്പിലുള്ളൂ. അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ത്യ വിരുദ്ധത എന്ന് പറയുന്ന ഒരൊറ്റ കാര്യം പറഞ്ഞുകൊണ്ട് അവിടുത്തെ ജനങ്ങളെ ഏകോപിപ്പിക്കുക എന്നുള്ളതാണ് അവർ ശ്രമിച്ചത്. പക്ഷെ അതിലും അവർ അങ്ങേയറ്റം പരാജയപ്പെട്ടിരിക്കുന്നു. അതാണ് ഇതിൻ്റെ വാസ്തവം. അതുകൊണ്ടാണ് തോക്കുമെന്ന് ഉറപ്പുണ്ടായിട്ടും, കൃത്യമായി പറഞ്ഞാൽ തോക്കുമെന്ന് 100 അല്ല 200% ഉറപ്പുണ്ടായിട്ടും ഒരൊറ്റ കാര്യം അവർ ചെയ്യുന്നത് ഈ പറയുന്ന ഇന്ത്യയോട് യുദ്ധത്തിന് വരുന്നത്. അതുകൊണ്ടാണ് അത് യഥാർത്ഥത്തിൽ ഇത് ഇന്ത്യക്ക് ഇതിലൊരു പരിഹാര മാർഗം കൂടി ചെയ്യാൻ പറ്റുന്ന ഒറ്റ കാര്യമുള്ളൂ. അവിടെ ഡെമോക്രാറ്റിക് ആയിട്ടുള്ള ഒരു ഗവൺമെന്റിനെ പുനഃസ്ഥാപിക്കാൻ വേണ്ടി നമ്മൾ നമ്മുടെ സർവ്വശക്തിയും എടുത്ത് പരിശ്രമിക്കണം. ഈ അസീം മുനീർ ഏപ്രിൽ 17 പറഞ്ഞത് ഇങ്ങനെയാണ്: ജീവിതത്തിന്റെ സാധ്യമായ എല്ലാ മേഖലകളിലും നമ്മൾ ഹിന്ദുക്കളിൽ നിന്ന് വ്യത്യസ്തരാണെന്ന് നമ്മുടെ പൂർവികർ കരുതി. നമ്മുടെ മതങ്ങൾ വേറെ, നമ്മുടെ ആചാരങ്ങൾ വേറെ, നമ്മുടെ ചിന്തകൾ വേറെ, നമ്മുടെ അഭിലാഷങ്ങൾ വേറെ. അതായിരുന്നു അവിടെ സ്ഥാപിച്ച ദുരാഷ്ട്ര സിദ്ധാന്തത്തിന്റെ അടിത്തറ. നമ്മൾ 2 രാഷ്ട്രങ്ങളാണ്, ഒരു രാഷ്ട്രമല്ല. ഏപ്രിൽ 27 വീണ്ടും ആവർത്തിച്ചു, ഇന്ത്യ ഇപ്പോഴും പാകിസ്ഥാൻ എന്ന് പറയുന്ന ഒരു രാഷ്ട്രത്തിന്റെ കൺസേണിനെ പരിഗണിക്കുന്നില്ല. ഇത് ഇനി പറഞ്ഞു നിർത്തിയിൽ ഒരു വാചകവും കൂടി കൂട്ടിച്ചേർക്കാറുണ്ട്. എന്താണെന്നറിയോ? ഇത് യഥാർത്ഥത്തിൽ അവിടെയുള്ള പ്രവാസികളായിട്ടുള്ള നിരവധി വ്യവസായികളെയും അവരുടെ മുമ്പിൽ വെച്ച് നടത്തിയിട്ടുള്ളൊരു സംഭാഷണമാണ്. ആ സംഭാഷണത്തിൻ്റെ തന്നെ വലിയ കുഴപ്പമെന്ന് വെച്ചാൽ ഏതാണ്ടൊരു കറക്റ്റായി അവിടുത്തെ നയിക്കുന്ന പൊളിറ്റീഷ്യനായിട്ടുള്ള രാഷ്ട്രീയക്കാരനെ പോലെയാണ് അസീം മുനീർ സംസാരിച്ചത്. ഇനി ഇതിൻ്റെ ഏറ്റവും ഒടുവിൽ അദ്ദേഹം കൂട്ടിച്ചേർത്തൊരു വാചകം കൂടിയുണ്ട്: നിങ്ങളുടെ മക്കളിലേക്കും കൊച്ചുമക്കളിലേക്കും ഒക്കെ കൂടി പാകിസ്ഥാൻ എന്ന് പറയുന്ന വളരെ ആത്മാഭിമാനമുള്ള ഒരു രാഷ്ട്രത്തിൻ്റെ ചരിത്രം നിങ്ങൾ പകർന്നു കൊടുക്കണമെന്നാണ്. എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ ഇപ്പം പാകിസ്ഥാനിൽ അത്തരത്തിൽ ആത്മാഭിമാനമുള്ളൊരു ജനതയില്ലെന്ന് അസീം മുനീറിന് മനസ്സിലായി കഴിഞ്ഞു.
അതിൽ അസീം മുനീറിന്റെ ഭയമാണ് യഥാർത്ഥത്തിൽ കൃത്യമായ ബോഡി ലാംഗ്വേജിലൂടെ അതിലൂടെ താഴേക്ക് പുറത്തേക്ക് വരുന്നത്. ഞങ്ങളിപ്പോ ഏറ്റവും ഒടുവിൽ കേൾക്കാൻ സാധിച്ചത് ഞങ്ങൾ മദ്രസയിലെ വിദ്യാർത്ഥികളെ ഇനി പുറത്തിറക്കും ഇന്ത്യക്കെതിരെയുള്ള അറ്റാക്കിനെതിരെ എന്നാണ് ഈ ഖ്വാജ പറഞ്ഞത്. അല്ല, ഈ ഖ്വാജ ആസിഫ് മുഹമ്മദ് ഒക്കെ പറയുന്നതൊന്നും നമ്മൾ വലിയ കാര്യമായിട്ട് എടുക്കണം. കാരണം അദ്ദേഹം സ്കൈ ന്യൂസിന് കൊടുത്തിട്ടുള്ള ഈ പറഞ്ഞത് ഞങ്ങൾ 3 പതിറ്റാണ്ടുകളായി ഈ ഡേർട്ടി ബിസിനസ്, ഞങ്ങൾ ഈ വൃത്തികെട്ട ബിസിനസ് ഞങ്ങൾ അമേരിക്കക്ക് വേണ്ടി ചെയ്തുകൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞ് പുള്ളി പിറ്റേ ദിവസം നിലപാട് മാറ്റി. ഇനി തൊട്ട് 9 ദിവസം പുള്ളി പറഞ്ഞതെന്നറിയോ, ഞങ്ങൾ ഇനി ഇന്ത്യക്കെതിരെ വലിയ എസ്കലേഷൻസുമായിട്ട് പ്രകോപനമായിട്ടൊന്നും ഞങ്ങൾ മുന്നോട്ട് പോകില്ല എന്ന് പറഞ്ഞു. പക്ഷെ ആ ദിവസമാണ് സൈന്യം തിരിച്ചടിച്ചത്. ഞാൻ ഇതിൽ മറ്റൊരു കാര്യം ചോദിക്കാം. അത് ഈ ഒരു നമ്മൾ കൃത്യമായിട്ട് നമ്മുടെ സൈന്യം ഭീകരവാദത്തെ ആക്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ കൂടെയാണ് രാജ്യം, അതിന്റെ കൂടെയാണ് എല്ലാവരും. എങ്കിലും ഖാർഗെ കോൺഗ്രസ് അധ്യക്ഷൻ ഉന്നയിച്ച ഒരു കാര്യം വളരെ പ്രസക്തമായിട്ട് ഇവിടെ നിഴലിക്കുന്നുണ്ട്. നമ്മുടെ ബഹുമാനപ്പെട്ട മോദിക്ക് എല്ലാവിധ പിന്തുണയും രാജ്യം നൽകുന്നുണ്ട്. അദ്ദേഹത്തിന്റെ ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റിയെ നമ്മൾ മികച്ചതായിട്ട് കാണുന്നുണ്ട്, ഒക്കെ ചെയ്യുന്നുണ്ടെങ്കിലും ഖാർഗെ ചോദിച്ചിട്ടുണ്ടായി, ഈ കാശ്മീരിലെ മോദി ഈ ട്രെയിനിന്റെ വന്ദേ ഭാരത് ഒരു ട്രെയിൻ വരുന്നു, ആ ട്രെയിനിന്റെ ഉദ്ഘാടനത്തിനായി അദ്ദേഹം വരുന്നുണ്ടായിരുന്നു. ഒരു ടെറർ അറ്റാക്ക് അവിടെ സംഭവിക്കാൻ വേണ്ടി സാധ്യതയുണ്ട് എന്നുള്ളൊരു നേരത്തെ തന്നെ അദ്ദേഹത്തിന് ഒരു വിവരം ലഭിച്ചിട്ടുണ്ടായി. അതിന്റെ ഭാഗമായിട്ടാണ് അത് ക്യാൻസൽ ചെയ്യുകയും അദ്ദേഹം അവിടുന്ന് വരാതിരിക്കുകയൊക്കെ ചെയ്തത്. അപ്പോഴും അത്തരം ഒരു സാധ്യത, അങ്ങനെ ഒരു അത് സത്യമാണെങ്കിൽ അവിടെ കൃത്യമായിട്ടും സൈന്യത്തെയും പോലീസിനെയൊക്കെ വിന്യസിക്കേണ്ടതായിരുന്നില്ലേ? അവിടെ വീഴ്ച പറ്റിയിട്ടില്ലേ? ഇപ്പൊ കേന്ദ്രം തന്നെ സമ്മതിച്ചിട്ടുണ്ട് വീഴ്ച സംഭവിച്ചിട്ടുണ്ടെന്ന്. ഞാൻ ഈ ചോദ്യത്തിന് മറുപടി പറയുമ്പോൾ കൃത്യമായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കണമെന്നാണ് പ്രേക്ഷകരോട് എനിക്ക് പറയാനുള്ളത്. തീർച്ചയായിട്ടും സുരക്ഷാ വീഴ്ചകൾ സംഭവിച്ചിട്ടുണ്ടാകാം, അതിലൊന്നും നമ്മൾ തെറ്റു പറയുന്നില്ല. കാരണം ഇതെല്ലാം മനുഷ്യർ നിർമ്മിക്കുന്ന, മനുഷ്യർ തീരുമാനമെടുക്കുന്ന കാര്യങ്ങളാണ്. ഇപ്പോൾ 2000 പേരോളം വന്നിട്ടുള്ള പഹൽഗാമിൽ അവിടെ ഒരു സൈനിക ഔട്ട് പോസ്റ്റ് ഉണ്ടായിരുന്നില്ല, ഒരു സൈനികൻ പോലും ഉണ്ടായിരുന്നില്ല എന്നൊക്കെ പറയുന്ന ആരോപണങ്ങളുണ്ട്. ഇത് പല വീഡിയോകളിലൂടെയും കൃത്യമായ വിവരങ്ങളിലൂടെയൊക്കെ നമ്മുടെ മുമ്പിലേക്ക് എത്തിയിട്ടുണ്ട്. പക്ഷെ ഇതൊക്കെ പറയുമ്പോഴും ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. ആ പ്രധാനപ്പെട്ട കാര്യം എന്താണ്? ഇതിനു മുമ്പ് സുരക്ഷാ വീഴ്ച ഇന്ത്യയിൽ ഉണ്ടായിട്ടുണ്ടെന്ന്. ഇന്ദിരാഗാന്ധി വെടിയേറ്റ് മരിച്ചില്ലേ? സുരക്ഷാ വീഴ്ച ആയിരുന്നില്ലേ? രാജീവ് ഗാന്ധി ശ്രീപെരുമ്പത്തൂരിൽ എന്ത് ചെയ്തില്ലേ? മരിച്ചുപോയില്ലേ? സുരക്ഷാ വീഴ്ചയായിരുന്നില്ലേ? ഇനി ഇതൊക്കെ പോട്ടെ, ലോകത്തിലെ ഏറ്റവും കൂടുതൽ ഇന്റലിജൻസും സുരക്ഷയുമുള്ള ഒരു രാജ്യം ഏതാണ്? അമേരിക്കയാണ്. അവിടെയുള്ള പ്രസിഡന്റുമാർ എത്ര പേരെ എന്ത് ചെയ്തിട്ടുണ്ട്? വെടിയേറ്റ് മരിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം നമ്മളൊരു രാജ്യത്തുണ്ടാകും എന്നുള്ളത് വാസ്തവമാണ്. ഇതിന് അക്കൗണ്ടബിൾ ആരാണെന്നുള്ളത് പരിശോധിക്കേണ്ടതും ആവശ്യമാണ്. ഞാൻ പരിശോധിക്കേണ്ടതെന്ന് പറയുന്നില്ല. പക്ഷേ ഇല്ലേ, ഒരു സിനിമയിൽ, ഏത് സിനിമയാണെന്ന് എനിക്ക് ഓർമ്മയില്ല, മാമുക്കോയും ശ്രീനിവാസനും കൂടി ഒരു വണ്ടി ഓടിക്കാൻ പഠിക്കുമ്പോഴേക്കും, നീ പോളിടെക്നിക്ക് പഠിച്ചിട്ടില്ലല്ലോ, ഞാൻ പോളിടെക്നിക്ക് പഠിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞ് വണ്ടി ഓടിക്കുമ്പോൾ ചെന്ന് ഇടിച്ച് ഹോസ്പിറ്റലാവുന്നുണ്ട്. ഈ ഹോസ്പിറ്റലാകുമ്പോഴേക്കും എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്നസെന്റ് വന്നിട്ടൊരു ഡയലോഗ് വിടുന്നുണ്ട്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇയാളാണോ നിന്നെ ഓടിക്കാൻ പഠിപ്പിച്ചത്, ശരിയാവൂല എന്നൊക്കെ പറഞ്ഞ് പറയുമ്പോൾ സൈഡിലേക്ക് മാറ്റി നിർത്തിയിട്ട് ഇന്നസെന്റ് ഒരൊറ്റ അടി മാമുക്കോയെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇന്നസെന്റ് ഒറ്റടി മാമുക്കോയെ കൊടുത്തിട്ട് ഇന്നസെന്റ് തിരിച്ചു വരുമ്പോൾ പറയുന്നത് എന്താണെന്ന് അറിയുമ്പോൾ, ഇവൻ നമ്മൾ ഉദ്ദേശിച്ച പോലെ അല്ല കേട്ടോ, നല്ല ആളാണ്, നല്ല ഡീസൻ്റ് ആയിട്ടുള്ള ആളാണെന്ന്. നമ്മളെ ആവശ്യം അതിൽ മാമുക്കോ പറയുന്ന ഒരു ഡയലോഗാണ്. ആ ഡയലോഗ് എന്താണെന്നറിയാമോ? ഈ സമയത്ത് ഒരാൾ ഒരു അപകടം പറ്റി ഒരാൾ ഈ അപകടം പറ്റി ഹോസ്പിറ്റലിൽ കിടക്കുമ്പോൾ അല്ല ഈ ചെറ്റവർത്താനം പറയേണ്ടതാണ്. ഒന്ന്. ഇനി രണ്ടാമത്തൊരു കാര്യം ഞാൻ താങ്കളോട് ചോദിക്കുന്നു, താങ്കളുടെ വീടിന്റെ വാതിലടക്കാൻ മറന്നുപോയി. അപ്പൊ ഞാൻ അല്ലെങ്കിൽ വേറെ ആരെങ്കിലും ഒരു ഒരു അക്രമി നേരെ താങ്കളുടെ വീടിനകത്ത് കയറി ഒരാളെ വെട്ടിക്കൊലപ്പെടുത്തി എന്ന് പറയൂ. അപ്പോൾ ഉടനെ തന്നെ ഞാൻ വന്നിട്ട് പറയുകയാണ്, നിങ്ങളുടെ വീടടക്കാതിരുന്നത് നിങ്ങളുടെ തെറ്റല്ലേ എന്ന് പറയുകയാണ്. ഞാൻ പറയുന്നത് പോക്കൃത്തരമാണത്. നമ്മൾ ശരിയായിരിക്കാം, താങ്കൾ പറഞ്ഞ എല്ലാ കാര്യവും പരിശോധിക്കപ്പെടട്ടെ, നമുക്കറിയില്ല അത്. പക്ഷേ ഒരൊറ്റ കാര്യമേ ഉള്ളൂ. ഇപ്പം ഇതിനു മുമ്പ് തന്നെ നമുക്കറിയാലോ, കാശ്മീരിലെ ലഫ്റ്റനന്റ് ഗവർണറായിരുന്ന BJPയുടെ അഖിലേന്ത്യാ വൈസ് പ്രസിഡന്റ് ആയിരുന്ന ഒരാൾ വലിയ ആരോപണം ഉന്നയിച്ചിട്ടുണ്ട്. ഇപ്പൊ കഴിഞ്ഞ ദിവസം ജനറൽ ബക്ഷി ഇതേ ആരോപണം ഉന്നയിച്ചു. എന്താണെന്നറിയാമോ? അതായത് 1700 വരുന്ന പട്ടാളക്കാരെ കോൺവോയ് അടിസ്ഥാനത്തിൽ കൊണ്ടുപോകാതെ ഫ്ലൈറ്റിൽ കൊണ്ടുപോകാൻ അനുവദിക്കണമായിരുന്നു. അങ്ങനെ അന്നാണ് സൂയിസൈഡ് അറ്റാക്ക് ഉണ്ടാവുന്നത്. അപ്പം ഞാൻ പറഞ്ഞത്, അത്തരത്തിലുള്ള വീഴ്ചകളെ കുറിച്ച് നമ്മൾ പരിശോധിക്കാം. പക്ഷെ പ്രശ്നം, നമ്മുടെ വീടിനകത്ത് കയറി ഒരാൾ വെട്ടിക്കൊല്ലുമ്പോൾ ഏറ്റവും ആദ്യമേ തന്നെ നമ്മൾ പറയേണ്ടത് എന്താണ്? അവൻ ചെയ്തത് ശരിയായില്ല, പോക്കൃത്തരമാണെന്നാണ്. ഇന്ത്യ കണ്ട ഏറ്റവും വലിയ ക്രൂരവും പൈശാചികവുമായിട്ടുള്ള ഒരു ഭീകരാക്രമണമാണിത്. എന്തോ കാര്യമെന്നറിയോ? മതം ചോദിച്ച് കലിമ ചൊല്ലാൻ പറഞ്ഞ് പോയിന്റ് ബ്ലാങ്കിൽ നിരായുധരായിട്ടുള്ള ടൂറിസ്റ്റുകളെ പിടിച്ച് വകവരുത്തുകയാണ് ചെയ്തിട്ടുള്ളത്. അതിന്റെ ഉദ്ദേശം എന്താണെന്നറിയാമോ? ഇന്ത്യയിൽ ഒരു കലാപം ഉണ്ടാകണമെന്ന് അവർ ആഗ്രഹിച്ചു. പക്ഷെ ആ സീരിയസ്നെസ് ഇവിടുത്തെ പല ഇടതുപക്ഷ ആളുകൾക്കും ഇല്ലല്ലോ. അല്ല, ഞാൻ പറഞ്ഞ ഇടതുപക്ഷത്തിലേക്കല്ല, താങ്കൾ ചോദ്യം ഗാർഗയുടെ കാര്യത്തിലേക്ക് ഞാൻ പറഞ്ഞിട്ട് പറയാം. ആ ഉത്തരവാദിത്തം എന്തുണ്ട്? നമുക്കുണ്ട്. അപ്പൊ അതുകൊണ്ട് നമ്മളിപ്പോൾ തന്നെ ഇന്ത്യ ഗവൺമെന്റിനോ അല്ലെങ്കിൽ മോദിക്കോ പറ്റിയിട്ടുള്ള വീഴ്ചകളെ കുറിച്ച് ചർച്ച ചെയ്യേണ്ട ഒരു സമയമല്ല ഇതെന്ന് ഞാൻ വിചാരിക്കുന്നു.
ഇനി കേരളത്തിലുള്ള മറ്റേ ചില മൗദൂദിയും അതുപോലെ തന്നെ വെൽഫെയർ പാർട്ടിയുടെ ഒക്കെ ആളുകളടക്കം മോദി മറ്റേ ഓർഡർ കൊടുത്തിട്ട് പോയതായിരിക്കും, വന്നിട്ട് തിരിച്ചു വന്നിട്ട് എന്ത് ചെയ്ത ഗൂഢാലോചന ആയിരിക്കും, എന്തിലും ഗൂഢാലോചന പറയാം. അത് പറയേണ്ട ഒരു സമയമല്ല ഇത്. ഒന്നാമത്തെ കാര്യം അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇനി മറ്റൊരു കാര്യം, ഇന്ത്യ ജയിച്ചു എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം ഇന്ത്യയിൽ ഒരു വർഗീയ കലാപം ഉണ്ടായില്ലെന്ന് മാത്രമല്ല, അവിടെ വെടിയേറ്റ് മരിച്ചവരുടെ ഈ രാമേന്ദ്രൻ നായർ സാറിൻ്റെയൊക്കെ അടക്കം മകളടക്കം ആരതി വന്നിട്ട് പറഞ്ഞു എന്നെ രക്ഷിക്കാൻ കൂട്ടുന്നത് മുസൽമാന്മാരായിട്ടുള്ള ആളുകളാണെന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞാൽ ഇന്ത്യ ഒരിക്കലും കാണാത്ത പോലെ ഇന്ത്യയിലെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും എല്ലാവരും തന്നെ ഒന്നിച്ച് കൂടെ നിന്നു ഇന്ത്യക്കൊപ്പം. അത് കഴിഞ്ഞ് നമ്മൾ അവരോട് മറുപടി പറയാൻ തുടങ്ങുന്നു. ആ മറുപടി പറഞ്ഞു കഴിയട്ടെ, അതിനുശേഷം മാത്രം ഞാൻ പറഞ്ഞ അതിനുശേഷം മാത്രം ഈ പറയുന്ന കാര്യങ്ങൾ നമുക്ക് ചർച്ച ചെയ്യാം. ഒരു സംശയമില്ല കാര്യം. അല്ല, ഈ ഇത്രയും വലിയ രീതിയിൽ നമ്മൾ ഒരു പ്രതിരോധം സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയത്ത് യുദ്ധം പാടില്ല, സമാധാനമാണ് വേണ്ടത് എന്ന സന്ദേശം നൽകുന്നത് ഒരു നല്ല അല്ല. അതിൽ താങ്കൾ ഉദ്ദേശിക്കുന്നത് എം സ്വരാജിൻ്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ആണെങ്കിൽ അത് പലപ്പോഴും ഒരു രാഷ്ട്രീയമായ നേട്ടങ്ങൾക്ക് വേണ്ടിയിട്ട് അത് വളച്ചൊടിച്ചതാണെന്ന് ഞാൻ പറയും. കാരണം എം സ്വരാജിൻ്റെ ഇപ്പം ഞാൻ സമയമില്ലാത്തതുകൊണ്ട് മുഴുവൻ വായിക്കുന്നില്ല. എം സ്വരാജിൻ്റെ ആ പോസ്റ്റിൽ ഞാൻ CPM എല്ലാ കാലത്തും എതിർത്തിട്ടുള്ള ഒരാളാണ്. ഞാൻ വലിയ തോതിൽ അവരുടെ വിമർശകനാണ്. പക്ഷേ എം സ്വരാജിൻ്റെ ആ പോസ്റ്റ് അതിഗംഭീരമാണ്. അതിൽ കൃത്യമായി പറഞ്ഞിട്ടുണ്ട് ഭീകരവാദികൾ അദ്ദേഹം ഒരിക്കലും ന്യായീകരിച്ചിട്ടില്ല, അവർ തെറ്റാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ആകെ ഒരൊറ്റ കാര്യം അതിൽ എം സ്വരാജ് പറഞ്ഞിട്ടുള്ളൂ. ആ പറഞ്ഞ കാര്യം ശരിയാണ്. ആ പറഞ്ഞ കാര്യം എന്താണെന്ന് പറയാം. യുദ്ധം എന്ന് പറയുന്നത് ഇവിടെയുള്ള ആളുകൾക്ക് മറ്റേ അതിർത്തിയിൽ നടക്കുന്ന പൂരമാണെന്നാണ് പറഞ്ഞത്. അത് സത്യമാണ്. നമ്മൾ പലപ്പോഴും യുദ്ധത്തിന് വേണ്ടി ആഗ്രഹിക്കുന്ന ഒരു മനസ്സൊക്കെ നമുക്കുണ്ടാവും. പക്ഷേ യുദ്ധത്തിന് വേണ്ടി ആഗ്രഹിക്കുമ്പോഴും അതിൻ്റെ കെടുതികളൊന്നും നമ്മൾ അനുഭവിക്കാത്തത് കൊണ്ടാണ് നമ്മൾ യുദ്ധം വരട്ടെ എന്ന് വിചാരിക്കുന്നത്. പക്ഷേ യഥാർത്ഥത്തിൽ ഇന്ത്യ പോലും ഇന്ന് വരെ യുദ്ധം പ്രഖ്യാപിച്ചിട്ടുള്ള, കാരണം ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം അദ്ദേഹം ഒരു മിനിറ്റ് അദ്ദേഹം അതിനൊരു വിശദീകരണം കൂടി കൊടുത്തിട്ടുണ്ട്. ഇന്ത്യ പോലൊരു രാജ്യം പോലും യുദ്ധം വേണമെന്ന് ആഗ്രഹിക്കുന്നില്ല എന്നാണ് എം സ്വരാജ് പറഞ്ഞേക്കുന്നത്. അത് സത്യമാണ്. ഇനി അദ്ദേഹത്തിൻ്റെ പഴി പറയാൻ നമുക്ക് വേറെ കുറച്ച് കാരണങ്ങളുണ്ട്. അതെന്താണെന്നറിയാമോ? ഒരു പ്രജുഡിസ്ഡ് മൈൻഡാണ്. അതായത് ഫലസ്തീൻ്റെ പ്രശ്നത്തിലും ഹമാസിൻ്റെ പ്രശ്നത്തിലും ഹമാസിനെ എന്തൊക്കെ തന്നെ കാണിച്ചാലും അത് യഥാർത്ഥത്തിൽ പ്രതിരോധമാണ് എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. ഇനി വേറൊരു കാര്യം കൂടിയുണ്ട്. ഈ പറയുന്ന പഹൽഗാം അറ്റാക്ക് നടത്തിയപ്പോൾ ഇയാൾ എന്തുകൊണ്ടാണ് പോസ്റ്റ് ഇടാത്തത് എന്ന് ചോദിക്കുന്ന ആളുകളുണ്ട്. പക്ഷെ ഇതെല്ലാം തന്നെ അവിടെ ഒരു ബാലൻസിങ് യഥാർത്ഥത്തിൽ സ്വരാജിന് തെറ്റിയില്ലേ? അല്ല, നിങ്ങൾ ഇപ്പം നാളെ ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഞാൻ 3 ദിവസം ഒരു വീഡിയോ ചെയ്തിട്ടില്ല. അല്ല, ഞാൻ ഇപ്പം പഹൽഗാം അറ്റാക്ക് നടക്കുമ്പോൾ ഞാൻ 3 ദിവസം വീഡിയോ ചെയ്തിട്ടില്ല. ഞാൻ 3 ദിവസം വീഡിയോ ചെയ്തിട്ടില്ല എന്നുള്ളത് കൊണ്ട് ഞാൻ മറ്റേ സൈഡാണെന്ന് നിങ്ങൾ തീരുമാനിക്കരുത്. ഒന്ന്. ഇനി രണ്ടാമതൊരു കാര്യം, ഇതിൻ്റെ പിന്നിലുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ രാഹുൽ മാങ്കൂട്ടത്തിലും ചില ആളുകളും ഒക്കെ തന്നെ ഈ ഫേസ്ബുക്ക് പോസ്റ്റ് എടുത്ത് വിവാദമാക്കിയതാണ്. യഥാർത്ഥത്തിൽ നമ്മൾ ബാക്കിയുള്ളതെല്ലാം മാറ്റിവെച്ചുകൊണ്ട് ഒരു ടു ദ പോയിന്റ് നമ്മൾ അതിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ് മാത്രം വായിച്ചാൽ അതിൽ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ വിശദീകരിക്കാനോ വിമർശിക്കാനുള്ള ഒന്നും തന്നെ അതിനകത്തില്ല. ഇതിലും എന്താണ് മുസ്ലിങ്ങളെതിരെയുള്ള ഒരു വിമർശനമായി തീരുമെന്ന് ഒരുപക്ഷെ സ്വരാജിന് തോന്നുന്നത് കൊണ്ടായിരിക്കാം ഈ പെഹൽഗാം അറ്റാക്കിലൊന്നും അദ്ദേഹം ഒന്നും മിണ്ടാതിരുന്നത്. അല്ല, പെഹൽഗാം അറ്റാക്കില് അല്ല, സ്വരാജിന്റെ ഒരു രാഷ്ട്രീയം എന്ന് പറയുന്നത് കൃത്യമായിട്ട് ഒപ്രസ്ഡ് ആയിട്ടുള്ള ആളുകൾക്കൊപ്പം നിൽക്കുന്ന, അവരെ കൂടെ ചേർത്ത് നിൽക്കുന്ന ഒരാളാണ്. ആ രാഷ്ട്രീയം മുമ്പോട്ട് വെക്കുന്ന ഒരാളാണ്. അപ്പം ഇവിടെ മരിച്ചു വീണ ആളുകൾക്ക് വേണ്ടി അദ്ദേഹം അപ്പം എന്തുകൊണ്ട് സംസാരിച്ചില്ല? ഒരു കാര്യം നമ്മൾ കൃത്യമായി പറയട്ടെ. ഈ എം സ്വരാജ് എന്ന് പറയുന്നത് നിങ്ങൾ അയാളെ എങ്ങനെയാണ് കാണുന്നതെന്ന് എനിക്കറിയില്ല. എം സ്വരാജ് എന്ന് പറഞ്ഞൊരു വ്യക്തി എല്ലാ കാര്യത്തിലും പ്രതികരിക്കേണ്ടതാണെന്ന് നമുക്ക് നിർബന്ധം പിടിക്കാനൊന്നും പറ്റില്ല. പകരം MA ബേബിയെ പോലെ അവരുടെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറിയും സംസ്ഥാന സെക്രട്ടറി ആയിട്ടുള്ള MV ഗോവിന്ദനും ഈ പിണറായി വിജയനും അടക്കം നിരവധി ആളുകൾ കൃത്യമായി CPMന്റെ സ്റ്റാൻഡ് പറഞ്ഞു കഴിഞ്ഞു പെഹൽഗാം അറ്റാക്കിലടക്കം. മനസ്സിലായ? അത് കാണാതെ നമ്മൾ ശരിക്കും പറഞ്ഞാൽ ആരുടെയെങ്കിലും നെഞ്ചത്ത് കയറാനുള്ള ഒരു വഴിയായിട്ടാണ് ഇത് കാണുന്നത്. ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ. ഈ വിമർശനത്തെ നിങ്ങൾ അദ്ദേഹം എഴുതിയിരിക്കുന്നത് എന്താണെന്നറിയാം? M മുകുന്ദൻ്റെ ഒരു നോവലുകളുടെ ഒരു കഥാപാത്രത്തെ വെച്ചുകൊണ്ടാണ് എഴുതിയിരിക്കുന്നത്. ഞാനത് വിശദീകരിക്കുന്നില്ല. ഞാൻ തുറന്നു പറയാം, എൻ്റെ സുഹൃത്താണ്, എന്നെ പരിചയമുള്ള ആളാണ്, എനിക്ക് സുഹൃത്താണ് ശരിക്കും പറഞ്ഞാൽ മറുനാട് ഷാജൻ്റെ ഒരു വീഡിയോയിലെ മറ്റേ ഇതെന്താണെന്നറിയാമോ? തമ്പെന്താണെന്നറിയാമോ? അവൻ്റെ അമ്മയുടെ മനുഷ്യത്വം എന്ന് പറഞ്ഞിട്ടാണ്. നിങ്ങൾ അറിയേണ്ടത് ഒരു യുദ്ധം വേണ്ട എന്നുള്ളത് ഒരു ഇടതുപക്ഷക്കാരൻ്റെ ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ്റെ എക്കാലത്തെയും നിലപാടാകേണ്ടതാണ്. കാരണം യുദ്ധം എന്ന് പറയുന്നത് ഒരു സാധാരണ ജനങ്ങളെ ബുദ്ധിമുട്ടിക്കാൻ പോകുന്ന ഒരു കാര്യമാണ് എന്നുള്ള ഒരു പൊതുവായിട്ടുള്ള തത്വം പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ നിലപാടാവുന്നില്ല. അല്ല, അതാണ് നിലപാട്. ആ നിലപാടിനെ നമ്മൾ എഴകീരി വിമർശിച്ചുകൊണ്ട് യഥാർത്ഥത്തിൽ ഇത് പലതരത്തിൽ വ്യാഖ്യാനിക്കപ്പെട്ടു. താങ്കൾ എത്രത്തോളം അറിഞ്ഞിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. യഥാർത്ഥത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞതെന്താണെന്നറിയാമോ?
രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞത് നിങ്ങൾ അങ്ങനെയാണെങ്കിൽ കണ്ണൂർ വെട്ടിക്കൊന്ന ആളുകളിലും ബാക്കിയുള്ള ആളുകൾക്കും സമാധാനം പറയണം എന്നാണ് എബിൻ ബർഗ് ആ പോസ്റ്റ് എഴുതി അന്നാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ ഗാന്ധി പ്രതിമയടക്കം നിരവധിയായിട്ടുള്ള അതായത് ഭീകരത സ്വരാജിന്റെ പാർട്ടിയിൽ അടക്കം ഉണ്ടാകുമ്പോൾ ഈ ഒരു സന്ദർഭത്തിൽ പാകിസ്ഥാൻ ഭീകരതക്കെതിരെ കൃത്യമായിട്ടുള്ള നിലപാടെടുക്കേണ്ട ഒരു സാഹചര്യത്തിൽ സ്വരാജ് അത് എടുക്കുന്നില്ല. മാത്രമല്ല ഇദ്ദേഹത്തിന്റെ പാർട്ടി ഭീകരതയെ സ്വരാജിന് ഒരു തരത്തിലും ഒന്നും പറയാനായിട്ട് നമ്മളൊരു കാര്യമുണ്ട്, നമുക്ക് വേണമെങ്കിൽ എളുപ്പത്തിനൊരു സൈഡ് പിടിക്കാം, നമുക്ക് വിരോധമുണ്ടെങ്കിൽ നമുക്ക് ആരുടെങ്കിലും പുതുതീറാം. ഞാൻ എല്ലായ്പ്പോഴും CPM-ന് എതിരായിട്ട് നിന്നിട്ടുള്ള ഒരാളാണ്. എന്ന് പറഞ്ഞാൽ എല്ലായ്പ്പോഴും എന്ന് പറഞ്ഞാൽ വസ്തുതകളുടെ അടിസ്ഥാനത്തിൽ. പക്ഷെ അതിന്റെ അടിസ്ഥാനത്തിൽ ഞാനൊരു കാര്യം തിരിച്ചങ്ങോട്ട് ചോദിക്കട്ടെ, കോൺഗ്രസ്സുകാർ കണ്ണൂർ ആരെയും കൊന്നിട്ടില്ലേ? കോൺഗ്രസ്സുകാർ ആരെയും കൊന്നിട്ടില്ല. ഞാൻ പറയുന്നത് ഒരു മിനിറ്റ്, കോൺഗ്രസ്സുകാർ ആരെങ്കിലും കൊന്നിട്ടുണ്ടോ എന്ന് കൊന്നിട്ടുണ്ടല്ലോ. രാഷ്ട്രീയമായിട്ടുള്ള കൊലപാതകങ്ങൾ RSS-ഉം BJP-യും മറ്റേ കോൺഗ്രസും അതുപോലെ നിരവധി ആളുകളൊക്കെ നടത്തിയിട്ടുണ്ടല്ലോ. ഇപ്പം നിലമ്പൂർ ഇലക്ഷൻ നടക്കാൻ പോകുമ്പോൾ അവിടുത്തെ ഏറ്റവും ആദ്യത്തെ MLA CPM-ന്റെ MLA കൊന്നുകളഞ്ഞതാണല്ലോ. അപ്പൊ അത്തരത്തിൽ ഞാൻ പറയുന്നത് ഇത് അങ്ങനെ നടന്നിട്ടുണ്ട് എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിൽ ഒരു മിനിറ്റ്, രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു പോസ്റ്റ് ഇടുമ്പോൾ ഞാൻ ഉടനെ തന്നെ വന്നിട്ട് പറയാണ് നിങ്ങൾ ആദ്യം നിങ്ങളുടെ ഭീകരത അവസാനിപ്പിക്കുക എന്ന് പറയുന്നതിൽ അർത്ഥം ഞാനിവിടെ ഇല്ല. ഒരുപാട് ഫേക്ക് വാർത്തകൾ, അതായത് പാകിസ്ഥാൻ ഇന്ത്യയുടെ നിരവധിയായിട്ടുള്ള റാഫേൽ വിമാനങ്ങൾ ഇടിച്ചു താഴ്ത്തിയിട്ടു എന്ന ഫേക്ക് വാർത്തകൾ ഇവിടുത്തെ ഒരുപാട് ഇടതുപക്ഷക്കാർ, അവരുടെ പേരും കാര്യങ്ങളൊന്നും ഞാൻ പറയുന്നില്ല, അവർ പ്രചരിപ്പിക്കുന്നതായിട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. അതോടൊപ്പം തന്നെ CPIM-ന്റെ നിലപാട്, രാജ്യത്തിനൊപ്പം നിൽക്കുന്ന കേന്ദ്രത്തിനൊപ്പമുള്ള നിലപാട്, ഇത് എന്തൊരു നിലപാടാണ്, ഇത് വളരെ മോശം നിലപാടാണ്, മരിച്ചു വീണത് തൊഴിലാളികളല്ലേ, അവരെ നിങ്ങൾ തൊഴിലാളികളായിട്ട് പരിഗണിക്കുന്നില്ലേ എന്നൊക്കെ പറയുന്ന. അപ്പോ ഈ ചില ഇടതുപക്ഷ ആളുകളുടെ ഉള്ളിൽ തന്നെ ഒരു പാകിസ്ഥാൻ മനസ്സുണ്ടോ? ഇത് നമുക്ക് ഒരു കാര്യമുള്ളത്, ഒന്ന് നിങ്ങൾ ഒരു ഈ സൈബർ കമ്മിക്കൂട്ടങ്ങളോ അല്ലെങ്കിൽ അതിൽപ്പെട്ട ആളുകളോ ഒക്കെ എന്തെങ്കിലും അഭിപ്രായം പറയുമ്പോൾ അത് ഉടനെ തന്നെ നിങ്ങൾ CPM-ന്റെ അഭിപ്രായമാക്കി മാറ്റിക്കൊണ്ട് CPM-നെ എതിർക്കാൻ ശ്രമിക്കുമ്പോൾ ഞാൻ നേരെ തിരിച്ചു ചോദിക്കുന്നൊരു കാര്യമുണ്ട്, നിങ്ങൾ എന്തുകൊണ്ടാണ് CPM പറയുന്ന അതിന്റെ പൊളിറ്റ് ബ്യൂറോയും അതിന്റെ ജനറൽ സെക്രട്ടറിയും അതിന്റെ രാഷ്ട്രീയ പാർട്ടിയും പറയുന്ന സ്റ്റാൻഡ് അതാണല്ലോ, നമ്മളത് സ്റ്റാൻഡ് അതാണ്. ഒന്ന്. രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഞാൻ കൃത്യമായിട്ടൊരു കാര്യം നിങ്ങളോട് പറയാം. ഈ പറയുന്ന ഞാൻ പറഞ്ഞത് M സ്വരാജിന്റെ പോസ്റ്റിനെ കുറിച്ച് മാത്രമാണ്. ആ പോസ്റ്റിൽ യാതൊരു വിധത്തിലുള്ള കുഴപ്പവുമില്ലെന്നാണ് ഞാൻ പറഞ്ഞത്. ഒന്ന്. ഇനി രണ്ടാമത് ഞാൻ താങ്കളോട് അങ്ങോട്ട് പറഞ്ഞു തരാം ഇവർക്ക് പറ്റിയിട്ടുള്ള കുഴപ്പങ്ങൾ എന്താണ്. CPM എന്ന് പറയുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഇതിനു മുമ്പ് കുഴപ്പം പറ്റിയിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ ചൈന ഇന്ത്യയെ ആക്രമിച്ചപ്പോഴേക്കും എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ CPM അന്ന് പറഞ്ഞുകൊണ്ടിരുന്നത് യഥാർത്ഥത്തിൽ ചൈന ഇന്ത്യ ആക്രമിക്കുകയല്ല, പകരം ഇന്ത്യ ചൈനയെ ആക്രമിക്കുകയാണെന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. മനസ്സിലായ? അപ്പൊ അങ്ങനെ ആക്രമിക്കുകയാണെന്ന് പറഞ്ഞ പല മണ്ടത്തരങ്ങളും CPM-ന് എല്ലാ കാലത്തും പറ്റിയിട്ടുണ്ട്. പക്ഷേ ഇപ്പൊ താങ്കൾ പറഞ്ഞ വാദത്തിന്റെ കുഴപ്പം എന്താണെന്നറിയാമോ? ആ വാദത്തിന്റെ കുഴപ്പം താങ്കൾ പറഞ്ഞൊരു കാര്യം സ്ഥാപിക്കാൻ ശ്രമിക്കുന്നതിലൂടെ അത് മറ്റ് ചിലരുടെ അജണ്ടയാണ്. അത് ഞാൻ പറഞ്ഞുതരാം. CPM-ന് ഒരു പ്രോ മുസ്ലിം പ്രോ ഇസ്ലാമിക് മുഖമുണ്ട് എന്ന് പറയുന്നതിലൂടെ തൊട്ടുപുറത്ത് ഹിന്ദുക്കളുടെ അടക്കമുള്ള ഒരു ഏകീകരണം സാധ്യമാകാൻ പറ്റുമോ എന്ന് ശ്രമിക്കുന്ന ഒരു അജണ്ട ഉണ്ട്. അല്ല, ആ അജണ്ടയല്ല, അതൊരു വാസ്തവമാണ്. അതൊരു വാസ്തവമുണ്ടല്ലോ. അവിടെ പഹൽഗാമില് താങ്കൾ തന്നെ അങ്ങ് തന്നെ പറഞ്ഞു, മതം ചോദിച്ച് നിങ്ങൾ ഒരു ഹിന്ദു ആണ് എന്ന് ഉറപ്പ് വരുത്തിയിട്ടാണ് ഏറ്റവും പോയിന്റ് ബ്ലാങ്കിൽ നിറയൊഴിച്ചത്. അത്രയും ഭീകരമായിട്ടുള്ള, ഏറ്റവും ഇന്ത്യയുടെ ചരിത്രത്തിൽ കണ്ടതിൽ വെച്ചിട്ട് ഏറ്റവും വലിയ ഭീകരത നടന്നപ്പോ എവിടെയായിരുന്നു സ്വരാജ് എന്ന് അദ്ദേഹത്തെ ഇഷ്ടമുള്ള, അദ്ദേഹത്തിന്റെ എല്ലാ കാര്യങ്ങളും ഇഷ്ടപ്പെടുന്ന, സംസാരങ്ങളൊക്കെ ഇഷ്ടപ്പെടുന്ന ആളുകളാണ് ചോദിക്കുന്നത്. ഒരു മിനിറ്റ്, സ്വരാജ് എന്ന് പറയുന്ന M സ്വരാജ് അതിൽ എന്ത് ചെയ്തില്ല, ഒരു പോസ്റ്റ് ഇട്ടില്ല, അതിലൊരു കാര്യം പറഞ്ഞില്ല, ഒരു കമന്റ് പറഞ്ഞില്ല എന്നുള്ളതാണല്ലോ നിങ്ങളുടെ കാര്യം. എൻ്റെ ചോദ്യം, CPM എന്ന് പറയുന്ന പാർട്ടി പറഞ്ഞിട്ടുള്ള കമന്റിനും അപ്പുറത്തേക്ക് CPM-ന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് മെമ്പറായിട്ടുള്ള M സ്വരാജ് ഒരു കമന്റ് പറയണം എന്ന് നിങ്ങൾ ആവശ്യപ്പെടുന്നതിന്റെ യുക്തി എന്താണ്? നീ നാളെ രാഹുൽ ഗാന്ധിയും മറ്റേ മല്ലികാർജുൻ ഖാർഗെയും ഒരു കമന്റ് പറയുന്നു, അതിനും അപ്പുറത്തേക്ക് ഇവിടെയുള്ള ഒരു പൊതുപ്രവർത്തകനാണ്, അത് മാത്രമാണ്. ആ പൊതുപ്രവർത്തകൻ എന്തിനാണ് ഇത്തരത്തിൽ ഇരട്ടത്താപ്പ് കാണിക്കുന്നത്? അല്ല, എന്തിനാണ് ഇത്തരത്തിൽ? അത് മാത്രമേ ഉള്ളൂ. അദ്ദേഹത്തിന്റെ വാക്കുകൾ നിങ്ങൾ ഈ ചെയ്യുന്നതിന്റെ പ്രശ്നം എന്താണെന്നറിയാമോ? നിങ്ങളുടെ കയ്യിലിരിക്കുന്നത് മൊബൈൽ ഫോൺ ആണെങ്കിൽ ഞാൻ നിങ്ങളുടെ കയ്യിലിരിക്കുന്നത് കത്തിയായിരിക്കും എന്ന് പറഞ്ഞ് വാർത്ത ചെയ്യരുത്. തെറ്റാണത്. നിങ്ങൾ അതായത് M സ്വരാജ് ഇട്ടിട്ടുള്ള പോസ്റ്റ്, ആ പോസ്റ്റിൽ തെറ്റായിട്ടുള്ള ഒരു വാചകമോ ഒരു വരിയോ നിങ്ങൾക്ക് കാണിക്കാൻ കഴിയില്ല. ഒന്ന്, ഞാൻ M സ്വരാജിനെ അനുകൂലിക്കുന്ന ഒരാളല്ല, ഞാൻ CPM-നെ അനുകൂലിക്കുന്ന ഒരാളല്ല, പക്ഷെ ഫാക്റ്റാണ്. ഒന്ന്. രണ്ടാമത്തേത്,
നേരത്തെ പറഞ്ഞ നിങ്ങളുടെ വാദമുണ്ടല്ലോ, അത് യഥാർത്ഥത്തിൽ ഇവിടെ മറ്റു പലരെ സഹായിക്കാൻ വേണ്ടി എടുക്കുന്ന ഒരു വാദമാണ്. അതായത് എം സ്വരാജ് ഒരു പോസ്റ്റ് ഇട്ടില്ല. എം സ്വരാജ് എന്തുകൊണ്ട് പോസ്റ്റ് ഇട്ടില്ല എന്ന് വേണമെങ്കിൽ ഗൗതത്തിനടക്കം ഇവിടെയുള്ള ഏത് മാധ്യമ പ്രവർത്തകനും അടക്കം അദ്ദേഹത്തെ വിളിച്ച് ചോദിക്കാം. അദ്ദേഹത്തെ വിളിച്ച് ചോദിക്കുകയോ അദ്ദേഹത്തിന്റെ മറുപടി കേൾക്കുകയോ ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾ അസ്യൂം ചെയ്യുകയാണ് അദ്ദേഹം അങ്ങനെ ഇടാതിരുന്നത് മനഃപൂർവ്വമാണെന്നും അദ്ദേഹം അതുകൊണ്ട് തന്നെ പഹൽഗാം ഭീകരവാദികൾക്കൊപ്പം നിൽക്കുകയാണെന്നും. ഒന്ന്, ഇനി നിങ്ങൾ പറഞ്ഞതിൽ മറ്റൊരു വലിയ അപകടം കൂടിയുണ്ട്. അതുകൂടി പറഞ്ഞുതരാം. അതുകൂടി പറഞ്ഞിട്ട് എടുത്ത് ചോദിച്ചോ. ആ അപകടം എന്താണെന്നറിയാമോ? നിങ്ങൾ പറയുന്നത് പഹൽഗാമിൽ പാകിസ്ഥാൻ കൊടുത്തുവിട്ട ഭീകരരാണ് മതം ചോദിച്ച ആളുകളെ കൊന്നത്. അതിന് നിങ്ങൾ മുസ്ലിംസ് ആണെന്ന് പറയരുത്. പറയരുത്. ഒരു മിനിറ്റ്, നിങ്ങൾ ഇപ്പോഴും വന്ന വാചകം എന്താണെന്നറിയാമോ? എം സ്വരാജ് ഭീകരർക്കൊപ്പമാണെന്ന് നിങ്ങൾ പറഞ്ഞില്ല. പകരം നിങ്ങൾ പറയുന്ന ഒരു പ്രോ മുസ്ലിം ചായ്വുണ്ടെന്നാണ്. അതിന്റെ അർത്ഥം ഇതാണ്. അത്തരം ഒരു നെറേറ്റീവ് കാലാകാലങ്ങളായിട്ട് ഭീകരവാദത്തെ എതിർത്ത് കഴിഞ്ഞാൽ അത് മുസ്ലിം ഈ കാര്യത്തിൽ ഒരു മിനിറ്റ് ചങ്കില ചൈന എന്ന് പറഞ്ഞ് ഈ പറയുന്ന ചിന്താ ജെറോം കവിതയും കഥയും മറ്റു നോവലും ബുക്കും ഒക്കെ എഴുതുമ്പോൾ എം സ്വരാജിനും ബാക്കിയുള്ളവർക്കും നേരത്തെ CPM എടുത്ത സ്റ്റാൻഡ് തെറ്റായിരുന്നു എന്ന് പറയുമ്പോൾ അത് ഞാനാണ് താങ്കളോട് ചൂണ്ടിക്കാണിച്ചത്. അത് വസ്തുതയാണ്. പക്ഷെ ഇവിടെ വസ്തുതയില്ലാതെ നേരത്തെ പറഞ്ഞിട്ടുള്ള ഒരു ഹിന്ദു അല്ലെങ്കിൽ ഈ പറഞ്ഞ സംഘപരിവാർ നറേറ്റീവിന് വേണ്ടി നിങ്ങൾ തർക്കിക്കരുത്. അത് തെറ്റാണ്. നിങ്ങളുടെ കയ്യിൽ ആയുധം തെറ്റാണ്. ഒന്ന്. രണ്ടാമത്തേത്, രാഹുൽ മാങ്കൂട്ടത്തിനോടും സുഹൃത്തായ എബിൻ വർക്കിയോടും ഞാൻ പറയുന്നു, നിങ്ങൾ ചെയ്തത് പോലും തെറ്റാണ്. കാരണം CPM എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ പാർട്ടി എടുക്കുന്ന തെറ്റായ നിലപാടുകളുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചൂണ്ടിക്കാണിക്കാം. പക്ഷേ ഒരു അസ്യൂം ചെയ്തുകൊണ്ട് ഒരാൾ മിണ്ടാതിരുന്നാൽ അത് അവർക്ക് അനുകൂലമായിരിക്കുമെന്ന് ഗൗതമല്ല, ഇനി എബിൻ വർക്കയല്ല, ഏത് ദേവൻ മഹേന്ദ്രൻ എന്ന് പറഞ്ഞാലും ശരി നമുക്ക് അംഗീകരിക്കാൻ കഴിയില്ല. അത് തെറ്റാണ്. അങ്ങനെ ഉണ്ടെങ്കിൽ എനിക്കോ അല്ലെങ്കിൽ താങ്കൾക്കോ എം സ്വരാജ് എന്ന് പറയുന്ന എറണാകുളത്ത് ജീവിക്കുന്ന ഒരാളുടെ വീട്ടിലേക്ക് നാളെ വണ്ടി എടുത്തെന്ന് ചോദിക്കാം, അല്ലെങ്കിൽ വിളിച്ചു ചോദിക്കാം, അല്ലെങ്കിൽ ഒരു ഇന്റർവ്യൂ ചോദിക്കാം, അല്ലെങ്കിൽ ഏറ്റവും കുറഞ്ഞ പക്ഷേ അദ്ദേഹത്തിന്റെ പ്രതികരണം ചോദിക്കാം. അദ്ദേഹത്തെ പോലെ ആൾ ഇവിടെ ഒളിച്ചു താമസിക്കുന്ന ഒരാളല്ലല്ലോ. അപ്പൊ നമ്മളത് ചോദിക്കാതെ നാളെ ഒരു മിനിറ്റ് ഞാൻ ഇനി തിരിച്ചൊരു കാര്യം ചോദിക്കുന്നു. ഒരു മിനിറ്റ്, അടുത്തൊരു അറ്റാക്ക് ഉണ്ടായി. ഗൗതം അതിനോട് പ്രതികരിക്കുന്നില്ല. അതിനു മുമ്പുള്ള 5 കേസിൽ ഗൗതം പ്രതികരിച്ചു. അപ്പൊ ഞാൻ ഗൗതത്തിനെ കുറിച്ച് പറയണേ. ഗൗതം അങ്ങനെയാണെന്ന് പറഞ്ഞാൽ തെറ്റാണത്. ഹമാസ് ഇസ്രായേൽ ആക്രമിച്ചു, അതിനെ ഒപ്രസ്ഡ് ആണെന്ന് വിളിക്കാൻ സ്വരാജിന് പറ്റി. അത് മാത്രമല്ല, ഹമാസ് എന്ത് തന്നെ ചെയ്താലും അതിനെ അനുകൂലിക്കുകയാണ് വേണ്ടതെന്നും പറഞ്ഞു. കാരണം അവർ അത്രമാത്രം ഒപ്രഷൻ അനുഭവിച്ചിട്ടുള്ളവരാണ്, അതിനെ ന്യായീകരിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ പറയുന്ന ഒരു സ്വരാജ് ഈ നാട്ടിലുള്ള ഈ രാഷ്ട്രത്തിന് നടന്ന ഈ സ്വരാജിന്റെ കൂർ എന്തിനോടാണെന്നുള്ളതാണ്. രാഷ്ട്രത്തോട് കൂറുണ്ടോ അദ്ദേഹത്തിന്? അങ്ങനെ ഉണ്ടെങ്കിൽ ആ വിഷയത്തിൽ അദ്ദേഹം എന്തുകൊണ്ട് അവിടെ സ്വരാജ് ആരെയാണ് ഭയപ്പെടുന്നത്? ഇസ്ലാമിക തീവ്രവാദത്തെ എതിർത്താൽ ഒരു ഇസ്ലാമോഫോബിക്കാക്കി മാറ്റും ഒരു ചിന്ത അദ്ദേഹത്തിന് ഭയമുണ്ടോ എന്നുള്ളതാണ് ഈ ആളുകൾ ചോദിക്കുന്നത്. ദേശസ്നേഹികളല്ലാതെ അത് കപട ദേശീയവാദികളാണ്. ഞാൻ തിരിച്ച് നിങ്ങളോട് പറയുന്നു, കൃത്യമായി പറയുന്നു, എം സ്വരാജ് ഈ പറയുന്ന പോലെ ഹമാസിനെതിരെ പറഞ്ഞ അഭിപ്രായത്തോട്, ഹമാസിന് അനുകൂലമായി പറഞ്ഞ അഭിപ്രായത്തോട് എനിക്ക് യോജിപ്പില്ല. പക്ഷെ അത് എനിക്ക് യോജിപ്പില്ല. പക്ഷെ അദ്ദേഹം പറഞ്ഞതിന്റെ പിന്നിൽ ഒരു വാലിഡ് ആയിട്ടുള്ള പോയിന്റ് ഉണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ഞാൻ അതിനെ അനുകൂലിക്കുന്നില്ല. അത് എന്നോട് ഈ ഹമാസിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത് എം സ്വരാജ് മാത്രമല്ല, ഞാൻ CP ജോണിനെ ഒരു ചാനലിന് വേണ്ടി ഇന്റർവ്യൂ ചെയ്യുമ്പോൾ CP ജോണും എന്നോട് ഇപ്പോഴും ഞാൻ നിങ്ങളോട് പറയട്ടെ, പലസ്തീൻ ജനതക്ക് ഈ പറയുന്ന പോലെ ചെറുത്തുനിൽപ്പല്ലാതെ വേറെ ഒന്നും ചെയ്യാനാവില്ല. അതിന് ഹമാസ് എങ്കിൽ ഹമാസ് ചെറുത്തുനിൽപ്പിനെ അനുകൂലിക്കണമെന്നാണ് ഈ പറയുന്ന പോലെ CPM-ന്റെയും CP ജോണിന്റെയും UDF-ന്റെയും അതുപോലെ തന്നെ കൂടെ നിൽക്കുന്ന CP ജോണിന്റെയും അതുപോലെ തന്നെ ഇവരുടെയും സ്റ്റാൻഡ്. അതൊരു നിലപാടാണ്. പക്ഷെ ഇല്ലാത്ത നിലപാടുകൾ അവർ മിണ്ടാതിരുന്നു എന്നുള്ളത് കൊണ്ട് അവരുടെ തലക്ക് അടിച്ചേൽപ്പിച്ച് തൊട്ടിപ്പുറത്തുള്ള ഒരു ഏകീകരണം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നത് ഗൗതത്തിനെ പോലെയുള്ള ഒരാൾ, താങ്കളെ പോലെയുള്ള ഒരാൾ ജേർണലിസ്റ്റ് എന്നുള്ളത് ചെയ്യരുത്. ഇവിടെ ഒരു ഇരട്ടത്താപ്പിന്റെ സ്വരമല്ല ഇവിടെ ജനം. നിങ്ങൾ ആ പോസ്റ്റ് കൃത്യമായി വായിക്കും. ഞാൻ അങ്ങനെയാണെങ്കിൽ ഇപ്പൊ പോസ്റ്റ് കൃത്യമായി വായിക്കും. ഇരട്ടത്താപ്പിന്റെ ഒരു സ്വരം അവിടെ ഉണ്ട്. അതുകൊണ്ടാണ് കേട്ടില്ല, സ്നേഹിക്കുന്ന ആളുകളാണ് ചോദിക്കുന്നത്. ഞാനൊരു കാര്യം നിങ്ങളോട് ചോദിക്കട്ടെ, ഈ പോസ്റ്റ് താങ്കൾ ഇപ്പൊ വായിക്കോ? ഞാൻ ഓരോ വരിയും എക്സ്പ്ലെയിൻ ചെയ്യാം. ഒരിരട്ടത്താപ്പിന്റെ ഇല്ല. പഹൽഗാമിൽ ഭീകരർ ചെയ്തത് അങ്ങേറ്റം തെറ്റാണെന്നും അത് ഭീരുത്വമുള്ള ഒരു ആക്റ്റാണെന്നും അത് പാകിസ്ഥാൻ എല്ലാ കാലവും കാണിച്ചിട്ടുണ്ടെന്നും ആ പോസ്റ്റിലുണ്ട്. പക്ഷെ നിങ്ങൾ വളരെ പോസ്റ്റിലുണ്ട്
താങ്കൾ ആ പോസ്റ്റ് എടുത്ത് വായിക്കും. ഞാൻ എന്ത് ചെയ്യാം? പോസ്റ്റ് എടുത്ത് വായിക്കാം. എല്ലാ കാലവും ഭീകരവാദം കാണിക്കാറുണ്ട്. അവർ ചെയ്യുന്നത് വൃത്തികേടാണ്. അവരുടെ ഭീകരവാദത്തെ എതിർക്കണം എന്ന പോസ്റ്റിലുണ്ട്. ഞാൻ എടുത്ത് വായിക്കാം. താങ്കൾ നിലപാട് തിരുത്തി എൻ്റെ അടുത്ത് പറഞ്ഞാൽ മതി. ഞാൻ ഇപ്പം എന്ത് ചെയ്യാം? കൃത്യമായിട്ട് എന്ത് ചെയ്യാം? ഞാൻ ആ പോസ്റ്റ് എടുത്ത് വായിക്കാം. എനിക്കൊരു കുഴപ്പമില്ല. നമുക്ക് ആ പോസ്റ്റ് രണ്ടെണ്ണം ഉണ്ട്. കുറച്ച് ലെങ്തി ആയി പോകും, വീഡിയോ കുറച്ച് നീളുമായിരിക്കും. വേണമെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും സ്വരാജിനെ ഇഷ്ടപ്പെടുന്നവര് തന്നെ, ഇടതുപക്ഷത്തിലുള്ള ആളുകൾ തന്നെ സ്വരാജ് ഈ ചെയ്തത് ശരിയല്ല എന്ന് പറയുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്, കേട്ടിട്ടുണ്ട്. അതൊക്കെ ഉണ്ടാവും. എനിക്ക് എന്റെ അഭിപ്രായം പറയാൻ പറ്റുള്ളൂ. ഞാൻ സ്വരാജിനെ ഇഷ്ടപ്പെടുന്ന ഒരാളല്ല. ഞാൻ സ്വരാജിന്റെ മറ്റേ ബൗദ്ധികമായിട്ടുള്ള വാചകമടിയെ അങ്ങേയറ്റം ഞാൻ ഈ പറയുന്ന പോലെ മറ്റേ അടിമ മനോഭാവത്തോട് കേൾക്കുന്ന ഒരാളല്ല. ഞാൻ സ്വരാജിനെതിരെ നിരവധി സ്വരാജ് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളിൽ ആശയപരമായിട്ടുള്ള ഭിന്നതകളെ കുറിച്ച് ഞാൻ കൃത്യമായിട്ട് വീഡിയോ ചെയ്തിട്ടുള്ള ഒരാളാണ്. പക്ഷെ ഈ കമന്റിനകത്ത് നിങ്ങൾ അറിയേണ്ടത്, അന്ന് ഇത് ഞാനൊന്ന് വായിക്കട്ടെ. ഇതിലെ പ്രധാനപ്പെട്ട കാര്യം, നമ്മുടെ രാജ്യം ഇന്നൊരു യുദ്ധത്തിന്റെ വക്കിലാണ്. ഞാൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം മാത്രമേ വായിക്കുള്ളൂ, അല്ലെങ്കിൽ താങ്കളെടുത്ത് വായിച്ചോ. പഹൽഗാം ഭീകരാക്രമണത്തിന് തിരിച്ചടിയായി പാകിസ്ഥാനിലെ ഭീകരരുടെ താവളങ്ങൾ ഇന്ത്യൻ സേന തകർത്തതായി ഇപ്പോൾ വാർത്തയിൽ കാണുന്നു. അതിർത്തി കടന്നുള്ള ഭീകര പ്രവർത്തനത്തിന്റെ പേരിൽ വിമർശിക്കപ്പെടുന്ന രാജ്യമാണ് പാകിസ്ഥാൻ. നിരപരാധികളും നിസ്സഹായരുമായ മനുഷ്യരെ കൊന്നു തള്ളുന്ന ഭീരുക്കളാണ് ഭീകരർ. ഭീകര പ്രവർത്തനം തുടച്ചു നീക്കപ്പെടേണ്ടതാണ്. ഇത് നിങ്ങളെന്താ കാണാത്തത്? അല്ല, ഭീകരർ ഇത് ഒരു മിനിറ്റ്. ഇനി അടുത്തത്, പഹൽഗാം ഭീകരാക്രമണത്തിനേറ്റ തിരിച്ചടിയിൽ നിന്നും പാഠം ഉൾക്കൊള്ളാൻ പാകിസ്ഥാന് കഴിയണം. കാര്യങ്ങൾ ഇവിടം കൊണ്ട് അവസാനിക്കുകയാണ് വേണ്ടത്. എന്നാൽ വാർത്തകൾ സൂചിപ്പിക്കുന്നത് മറിച്ചാണ്. അതിർത്തിയിൽ പാക് സേന ഷെല്ലാക്രമണം തുടങ്ങിയെന്നാണ് വാർത്ത. ഇത് ലോകത്തെ യുദ്ധഭീതിയിലാഴ്ത്തുന്നു. ഇത് നിങ്ങൾ കാണാത്ത എന്താണ്? ഇത് ആർക്കാ? പാകിസ്ഥാൻ അനുകൂലമായിട്ട് എഴുതിയതാണ് ഇത്. പാകിസ്ഥാൻ ഇതിൽ നിന്ന് പാഠം പഠിക്കാൻ തയ്യാറാവണമെന്ന് പറയണേ. അപ്പൊ ഇത് എനിക്ക് അത് മൊത്തത്തിൽ വായിക്കുമ്പോൾ ഒരാൾക്ക് എന്ത് തോന്നും? ഏതാ അത് മുഴുവനായിട്ട്? ആ പോസ്റ്റ് ഞാൻ വേണമെങ്കിൽ മുഴുവനായിട്ട് ഒരു പോസ്റ്റ് വായിക്കുമ്പം അവിടെ ഫോക്കസ് ചെയ്യേണ്ട പോയിന്റിൽ കൃത്യമായിട്ട് ഇനി അടുത്ത ഒരു മിനിറ്റ് പുള്ളിയുടെ വിശദീകരണം വായിക്കാം. നിരപരാധികളെ കൊന്നു തള്ളുന്ന ഭീരുക്കളാണ് ഭീകരർ. ഭീകരത തുടച്ചു നീക്കപ്പെടേണ്ടതാണ്. അതിർത്തി കടന്നുള്ള ഭീകര പ്രവർത്തനത്തിന്റെ പേരിൽ വിമർശിക്കപ്പെടുന്ന രാജ്യമാണ് പാകിസ്ഥാൻ. പഹൽഗാം ഭീകരാക്രമണത്തിനേറ്റ തിരിച്ചടിയിൽ നിന്നും പാകിസ്ഥാൻ പാഠം ഉൾക്കൊള്ളണം. ഇവിടം കൊണ്ട് അത് അവസാനിക്കണം എന്നിങ്ങനെ ആ കുറിപ്പിൽ നേരിട്ടുള്ള വിമർശനങ്ങൾ ഭീകരർക്കും പാകിസ്ഥാനുമെതിരെ ഉണ്ടായിരുന്നു. ഒപ്പം ഷെല്ലാക്രമണം ആരംഭിച്ച പാകിസ്ഥാൻ സൈന്യം ലോകത്തെ യുദ്ധഭീതിയിൽ ആഴ്ത്തുന്നു എന്ന് വിമർശിച്ചിരുന്നു. തുടർന്ന് യുദ്ധത്തിന്റെ ഭീകരതയും ദുരന്തവും വിശദീകരിക്കുകയും ചെയ്തു. കേന്ദ്ര സർക്കാരിനെതിരായി ഒരു നേരിയ വിമർശനം പോലും കുറിപ്പിലുണ്ടായിരുന്നില്ല. ഇക്കാരണങ്ങളാൽ പ്രസ്തുത ഫേസ്ബുക്ക് പോസ്റ്റിനെ സംഘപരിവാർ പിന്തുണക്കുമോ എന്നതായിരുന്നു എൻ്റെ ഭയവും ആശങ്കയും. ഇന്നേ വരെ എൻ്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റിനെയും സംഘപരിവാർ പിന്തുണച്ചിട്ടില്ല. ആദ്യമായി അങ്ങനെ ഒന്നുണ്ടായാൽ പിന്നെ ജീവിച്ചിട്ടത് കാര്യം. പിന്നെ ഒരു രണ്ടാം ആലോചനയിൽ അങ്ങനെ ഒരു ആശങ്കയ്ക്ക് യാതൊരു അടിസ്ഥാനവുമില്ല എന്ന് തന്നെ തീർച്ചപ്പെടുത്തി. പോസ്റ്റ് കാണുന്ന മാത്രയിൽ തന്നെ തെറിയ വിഷയവും അധിക്ഷേപങ്ങളുമായി ചാടി വീഴുന്ന സ്ഥിരം ശൈലിക്കാരാണല്ലോ ഇവർ. ആ എഴുതിയ കാര്യങ്ങൾ വായിച്ചു നോക്കാനൊന്നും അവർ തയ്യാറാവില്ലെന്നും വായിച്ചാലും അവർക്കത് മനസ്സിലാവില്ലെന്നും പതിവ് തെറിയ വിഷയം ആവർത്തിക്കാനാണ് സാധ്യതയെന്നും മനസ്സിലുറപ്പിച്ചു. കുറിപ്പ് പോസ്റ്റ് ചെയ്ത ഏതാനും മിനിറ്റുകൾക്കുള്ളിൽ തന്നെ കണക്കുകൂട്ടൽ അണുവിട പോലും തെറ്റിയില്ല എന്ന് തെളിഞ്ഞു. അതിൻ്റെ ആഹ്ലാദം പറഞ്ഞറിയിക്കുക വയ്യ. ഇതാണ് കാര്യം. ഇനി താങ്കൾ പറഞ്ഞ ഇടതുപക്ഷത്തെ ചിലർക്ക് പറ്റിയ അബദ്ധമില്ല, അതും കൂടി ഇദ്ദേഹം പറഞ്ഞിട്ടുണ്ടത്. എന്നാൽ കൂട്ടത്തിൽ മറ്റൊരു കാര്യം കൂടി സംഭവിച്ചു എന്നതാണ് കൗതുകകരം. നവമാധ്യമങ്ങളിൽ ഇടതുപക്ഷക്കാർ എന്ന നിലയിൽ പ്രത്യക്ഷപ്പെടുന്ന വിരലിലുണ്ടാവുന്ന ചിലർ പെട്ടെന്ന് സന്ദേഹികളായി മാറി. യുദ്ധം വേണ്ടി വരില്ലേ, സോവിയറ്റ് യൂണിയൻ യുദ്ധം ചെയ്തില്ലേ എന്നൊക്കെയാണ് ഈ കൂട്ടരുടെ സന്ദേശം. നാസിപ്പടയെ തോൽപ്പിച്ചത് യുദ്ധം ചെയ്തിട്ടല്ലേ എന്നൊക്കെയാണ് ഇവർ ചോദിക്കുന്നത്. രണ്ടാം ലോക മഹായുദ്ധം എന്ന് കേട്ടുവിടാൻ യുദ്ധം എന്ന് പറഞ്ഞ് ചാടിയിറങ്ങിയവരല്ല ചെമ്പടയെന്ന് ഇക്കൂട്ടർ മറന്നതായി തോന്നുന്നു. യുദ്ധം ഒഴിവാക്കാൻ നടത്തിയ സോവിയറ്റ് പരിശ്രമവും അനാക്രമണ സന്ധിയും ഒന്നും ഇക്കൂട്ടർക്ക് ഓർമ്മയില്ല. ഒടുവിൽ ആക്രമിക്കപ്പെട്ടപ്പോൾ യുദ്ധമല്ലാതെ മറ്റൊരു വഴിയില്ലെന്ന് ഉറപ്പായപ്പോഴാണ് സോവിയറ്റ് യൂണിയൻ യുദ്ധത്തിനിറങ്ങിയത്. ഹിറ്റ്ലറെ കീഴടക്കി കഴിഞ്ഞ ഉടനെ യുദ്ധപരയുമായി മറ്റു രാഷ്ട്രങ്ങളെ കീഴടക്കാനല്ല, മറിച്ച് ലോക സമാധാന പ്രസ്ഥാനം കെട്ടിപ്പടുക്കാനാണ് സ്റ്റാലിനും സോവിയറ്റ് യൂണിയനും മുൻകൈയെടുത്തത്. ലോക സമാധാന കൗൺസിൽ WPC നിലവിൽ വന്നത് അങ്ങനെയാണ്. പിന്നെ ഇതെന്താ പ്രശ്നം എന്നറിയാം. ഇതിനെ ഒരു സംഘപരിവാർ ഏകീകരണം എന്നൊക്കെ വിളിക്കുന്നുണ്ടെങ്കിൽ അത് വളരെയധികം അതിനു വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള അല്ലെങ്കിൽ തെറ്റിദ്ധാരണ. അതിന്റെ അർത്ഥമില്ല. അല്ലെങ്കിൽ തെറ്റിദ്ധാരണ കാര്യം അവിടെ ഇത്രയും ആളുകൾ മരണപ്പെട്ടപ്പോ അദ്ദേഹം ഒരു കാര്യം എഴുതിയില്ല. ഈ പോസ്റ്റിൽ അദ്ദേഹം കൃത്യമായിട്ട് ഭീകരവാദത്തെ ഫോക്കസ് ചെയ്തുകൊണ്ട് എന്റെ പേടി എന്താണെന്നറിയാമോ? ആളുകൾക്ക് വരുന്ന എന്റെ പേടി എന്താണെന്നറിയാമോ? എൻ്റെ പേടി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നാളെ ഇനിയിപ്പോൾ ഞാനും വല്ല ആക്രമണങ്ങളിലെങ്ങാനും പ്രതികരിക്കാനായിട്ട് ഇപ്പോൾ നിങ്ങളുടെ അടുത്ത് എത്തിയില്ലെങ്കിൽ നിങ്ങൾ നാളെ പറഞ്ഞു കളയും അവനും കൂടി എന്ത് ചെയ്യാണ്,
അതിനെ അനുകൂലിക്കുകയാണെന്ന് പറഞ്ഞു കളയരുത്. എനിക്ക് എത്ര പറയാനുള്ളത്. നിങ്ങൾ ആയിക്കോട്ടെ, ഞാനൊരു ഉദാഹരണം പറയാം. അതുകൊണ്ടാണ് അഡ്വക്കേറ്റ് ജയശങ്കർ അദ്ദേഹം ഈ പാലബാം ഭീകരാക്രമണം ഉണ്ടായി പ്രതികരിച്ചില്ല. കാരണം എന്താണെന്നറിയോ? പുള്ളി പാരീസിലായിരുന്നു, യാത്രകളിലായിരുന്നു. ഇനി ഞാൻ 3 ദിവസം ശരിക്കും പറഞ്ഞാൽ പല തിരക്കുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ രാവിലെ 5 മണിക്ക് എഴുന്നേക്കുകയും രാത്രി 12 മണിക്ക് കിടന്നുറങ്ങുന്ന ആളാണ്. അപ്പോൾ അതുകൊണ്ട് ഗൗതത്തിനോടൊക്കെ എനിക്ക് റിക്വസ്റ്റ് ചെയ്യാനുള്ള ഒറ്റ കാര്യമുള്ളൂ, ഞാൻ കൂടുതൽ തർക്കിക്കുന്നില്ല, എനിക്ക് ഒറ്റ കാര്യമുള്ളൂ, ഇനി ഏതെങ്കിലും ഒരു ആക്രമണം നടന്നാൽ എന്നെ വിളിക്കുമ്പോൾ ഞാൻ പ്രതികരിക്കാൻ തയ്യാറല്ലെന്ന് പറഞ്ഞാൽ നേരെ നിങ്ങൾ എന്ത് ചെയ്ത് കളയരുത്, ഞാൻ അവർക്ക് അനുകൂലമാണെന്ന് പറഞ്ഞ് വീഡിയോ ചെയ്ത് കളയരുത്. എൻ്റെ നിവർത്തികേട് കൊണ്ടും എൻ്റെ ഗതികേട് കൊണ്ടും ആയിരിക്കും കഞ്ഞി കുടിക്കാനുള്ള വരുമാനം ഉണ്ടാക്കാനുള്ള ഓട്ടത്തിലായതുകൊണ്ട് മാത്രമാണ്. ഇനി പിന്നെ ഗൗതത്തിന് വേണമെങ്കിൽ മറ്റേ എം സ്വരാജിനെ 2 ചീത്ത പറയാം, വേണമെങ്കിൽ ഇത് പറയാം. എനിക്ക് പൊതുസമൂഹത്തിനും പറയാം. പൊതുസമൂഹം മറ്റേ തുഴയുന്ന തുഴച്ചിലിൽ രതീഷ് ചക്രപാണിയെ കൂട്ടണ്ട. രതീഷ് ചക്രപാണി നേരത്തെ കഴിഞ്ഞ തവണ തന്നെ ഈ നിങ്ങളുടെ ഇതേ സ്റ്റുഡിയോയിൽ വന്നിരുന്ന് മറ്റേ 2024 BJPക്ക് 400 സീറ്റ് എത്തുമെന്ന് എല്ലാവരും കൂടി പറഞ്ഞപ്പോഴും പ്രശാന്ത് കിഷോർ പറഞ്ഞപ്പോഴും ഇവിടെ ഇതേ സ്റ്റുഡിയോയിൽ വന്നിരുന്ന് നിങ്ങളുടെ ചീഫ് എഡിറ്ററോട് BJPക്ക് സീറ്റ് കുറയും എന്ന് പറഞ്ഞ ഒരാളാണ് ഞാൻ. 2021 തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് പറഞ്ഞതിന് തൊട്ടൊരു ദിവസം മുമ്പ് പിണറായി വിജയന് തുടർഭരണം കിട്ടുമെന്ന് പറഞ്ഞ ഒരാളാണ് ഞാൻ. ഇപ്പൊ നേരത്തെ ഉണ്ടായ വീഡിയോയിലും കോൺഗ്രസ് ഇങ്ങനെ പോയാൽ പിണറായിക്ക് തുടർഭരണം കിട്ടുമെന്ന് പറഞ്ഞ ഒരാളാണ്. അതിന്റെ അർത്ഥം എന്റെ ആഗ്രഹം അതാണെന്നല്ല, പക്ഷെ സത്യം അതാണ് എന്നുള്ളത്, ഫാക്ട് ആണ് എന്നുള്ളത് പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ. തീർച്ചയായിട്ടും അങ്ങയുടെ സത്യസന്ധമായ വാക്കുകൾ ഇനിയും തുടർന്നും പറയുക. പക്ഷെ സ്വരാജിന്റെ ഈ വാക്കുകളിൽ പല ആളുകൾക്കും വല്ലാത്ത ഒരു ഇരട്ടത്താപ്പ്, അദ്ദേഹത്തിന് 2 മുഖമാണ് എന്നുള്ള തോന്നലുകൾ ഉണ്ടായിട്ടുണ്ട്. കാരണം ഹമാസ് എന്ന് പറയുന്നത് നടത്തുന്നത് പ്രതിരോധമാണ് എന്നത് പറഞ്ഞതുകൊണ്ട് മാത്രമാണ്. ഇനി ഒരു കാര്യം കൂടി അങ്ങോട്ട് പറയട്ടെ. സ്വരാജിനെ ഞാൻ ഇന്ന് വരെ ലൈഫിൽ ഒരു തവണയെ കണ്ടിട്ടുള്ളൂ. അത് AK സെന്ററിന്റെ പഠന ഗവേഷണ കേന്ദ്രത്തിൽ വെച്ച് ഞങ്ങൾ തമ്മിൽ സംസാരിച്ചില്ല. ഞാനവിടെ തോമസ് ഐസക്കിന്റെ ഇന്റർവ്യൂവിന് നിൽക്കുമ്പോൾ ജസ്റ്റ് കണ്ടിട്ട് പോയുള്ളൂ. പുള്ളി എനിക്ക് ചായ മേടിച്ച് തരികയോ നാളെ ഇത് കണ്ടിട്ട് പുള്ളി എന്നെ വിളിച്ച് സന്തോഷം പ്രകടിപ്പിക്കുകയൊന്നും ചെയ്യില്ല. കാരണം ഞാൻ നിരന്തരമായി പിണറായി വിജയനെയും CPM-നെയൊക്കെ വിമർശിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. അതുകൊണ്ട് ഇതിൽ നിന്ന് ഒരു ഇതും എനിക്ക് കിട്ടാൻ പോണില്ല. പകരം എന്നെ അനുകൂലിക്കുന്ന ചില ആളുകൾ കൂടി ചിലപ്പോൾ